നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ ജനങ്ങൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോഴാണ് എലപ്പുള്ളിയിൽ ജലമൂറ്റുന്ന ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. പഞ്ചാബ് ആസ്ഥാനമായുള്ള ഒയാസിസ് എന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് ഏകപക്ഷീയമായി അനുമതി ലഭിച്ചത് എങ്ങനെ? കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഒയാസിസ് ഉടമകൾ മാത്രം കേരളത്തിൽ വരാൻ പോകുന്ന ബ്രൂവറിയെപ്പറ്റി എങ്ങനെ അറിഞ്ഞു? എന്തിനധികം എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി പോലും പ്രദേശത്ത് ബ്രൂവറി വരുന്നതായി അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഈ ഇടപാട് എത്രത്തോളം രഹസ്യാത്മകമായിരിക്കണം? മദ്യക്കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറെ പോലെ സംസാരിക്കുന്ന എക്സൈസ് മന്ത്രി ബ്രൂവറി വരുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് അംഗീകരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി, ഇവരുൾപ്പെടുന്ന ഇടതുമുന്നണിയാണ് ജലചൂഷണം ആക്ഷേപിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്ലാച്ചിമടയിലെ കൊക്കക്കോള പ്ലാന്റ് അടച്ച് പൂട്ടിച്ചതെന്നും ഓർക്കണം. കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തം. ഇടപാടിന് ആര് ചുക്കാൻ പിടിച്ചു, ആരൊക്കെ പങ്കാളികളായി നമുക്ക് പരിശോധിക്കാം. BJP വക്താവ് യുവരാജ് ഗോകുൽ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. യുവരാജ്, പാലക്കാട്ടെ ജല ദൗർലഭ്യത്തെപ്പറ്റി സർക്കാരിന് അറിയാത്തതല്ല. മലമ്പുഴ ഡാമിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്ക് ജലം വിട്ടുകൊടുക്കുന്നതിൽ പോലും വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ജവാൻ മദ്യമുണ്ടാക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് പോലും കഴിഞ്ഞ 4 വർഷമായിട്ടും വാട്ടർ അതോറിറ്റി ജലം വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ എലപ്പുള്ളിയിൽ സർക്കാർ ഫാസ്റ്റാണ്. എത്ര പെട്ടെന്നാണ് ഫയലുകൾ നീങ്ങിയത്? ഈ ഒരു ആവേശത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എത്ര പെട്ടെന്നാണ് ഫയലുകൾ നീങ്ങിയത് എന്നുള്ളത് മാത്രമല്ല, ഈ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുന്നത് വരെ പ്രദേശത്തെ പഞ്ചായത്ത് ഭരണസമിതി പോലും ഈ വിഷയത്തെക്കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഗവൺമെൻറ്റിന് ഇതിന് പിന്നിലുണ്ടായിരുന്ന സ്ഥാപിത താല്പര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് വളരെയധികം സംശയം തോന്നുന്നത്. നോക്കൂ, EK നായനാർ ഗവൺമെൻറ് കേരളത്തിൽ പുതിയ ബ്രൂവറികളൊന്നും അനുവദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുൻപ് ഒരു മദ്യനയം കൊണ്ടുവരികയും അതിനുശേഷം കാലങ്ങളോളം സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ കമ്പനിയുമായിട്ട് കേസ് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും പിന്നീട് തുടർന്ന് വന്നിരുന്ന 3 സർക്കാരുകൾ, അതിനകത്ത് ഇടതുപക്ഷ സർക്കാരുകൾ ഉൾപ്പെടെയുള്ള 3 സർക്കാരുകളും, എനിക്ക് തോന്നുന്നു 3 മുഖ്യമന്ത്രിമാർ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ, ഇത്രയും പേരും അതേ നിലപാട് തന്നെ പിന്തുടർന്നിട്ടും 2018 ശ്രീചക്ര വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം പിണറായി വിജയൻ സർക്കാർ ഈ പറയുന്ന നയം മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായി. ഇതുപോലെ തന്നെ ഒട്ടും സുതാര്യമല്ലാതെ ഒരു ബാക്ക്ഡോർ ചാനൽ വഴി ഒരു കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അത് വലിയ അലിഗേഷനും വലിയ പൊല്ലാപ്പുമൊക്കെ ഉണ്ടായതിന് ശേഷം അത് പിൻവലിച്ച് പോകുന്ന സാഹചര്യം വന്നു. വീണ്ടും 2025 7 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഒരു നയവുമായി മദ്യനയത്തിൽ നോക്കൂ, ഇതിനകത്ത് ചർച്ച നടക്കുന്ന പഞ്ചായത്ത് അറിയാന്നുള്ളതല്ല. 25 വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരുകൾ, അത് മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ എടുക്കുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി ആ നയത്തിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കേസ് വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നയം മാറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ആദ്യം ചർച്ച ചെയ്യേണ്ടത് നാട്ടിലെ പ്രതിപക്ഷവുമായിട്ടാണ്. അപ്പോൾ പ്രതിപക്ഷം പോലും അത് അറിഞ്ഞിട്ടില്ലാത്ത തരത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ഒരു നയം മാറ്റം ബാക്ക്ഡോർ വഴി അല്ലെങ്കിൽ എന്താണ് ഇത്രയധികം ഒളിച്ചു കടത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും മോണിറ്ററി താല്പര്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇത് എന്താണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സ്പഷ്ടമായിട്ട് പറയാം, CPM 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം തുടങ്ങി എന്നുള്ള കാര്യം. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൽ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത് പോലെ നാട്ടിൽ നിന്ന് മുഴുവൻ കടം വാങ്ങി കൂട്ടുകയും ആ കടം വാങ്ങി കൂട്ടിയ പൈസ മുഴുവൻ എടുത്തിട്ട് ലഗാനും ഇല്ലാതെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ പേരിലായാലും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളുടെ പേരിലായാലും ഒക്കെ വിതരണം ചെയ്തിട്ടാണ് അവർ, അല്ലെങ്കിൽ കിറ്റ് കൊടുത്തിട്ടൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുകയും ആ വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ വിജയത്തിലേക്ക് വരികയും ചെയ്തത് എന്നുണ്ടെങ്കിൽ
2026 കേരളത്തിൻ്റെ ഖജനാവ് പൊട്ടിപ്പാളീസായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഫ്രീ ബി കൊടുത്തിട്ടുള്ള കളികളൊന്നും നടക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലല്ല നിലവിൽ കേരള സർക്കാർ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ വിലക്കെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പണം ഒഴുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒഴുക്കി മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിന് CPM-ന് പൈസ വേണം. ആ CPM-നുള്ള പൈസയാണ് അവർ ഈ പറയുന്ന ബ്രൂവറി വഴിയൊക്കെ അവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പിൻവാതിൽ ഡീലുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരാനുള്ളത്. ഈ നടന്നിരിക്കുന്ന ഡീലിൽ സുതാര്യത ഇല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ നടന്നിരിക്കുന്ന ഡീലിൽ പൈസ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പിണറായി വിജയൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾക്കൊന്നും അല്ലല്ലോ ഈ പറയുന്ന ഡീല് കൊടുത്തിരിക്കുന്നത്. പഞ്ചാബ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് തന്നെയല്ലേ. ഈ കമ്പനിയുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ് നോക്കൂ. ഒരു കമ്പനിക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഇത്രയും വലിയ ഇത്ര ഗവൺമെൻറ്റിൻ്റെ നൂറ്റാണ്ടിൻ്റെ നയത്തിനെ തിരുത്തിക്കൊണ്ട് ഒരു ഡീല് കൊടുക്കുന്ന സമയത്ത് ആ കമ്പനി ഒരു ടെൻഡർ നടക്കണ്ടേ? അപ്പോൾ ടെൻഡർ പോലും നടക്കാതെ അങ്ങനെ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി അത്രയധികം ക്ലീൻ ചിറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതേ കമ്പനി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മദ്യനയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയും ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമകളെ ആ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഡുബിയസ് ആയിട്ടുള്ള പാസ്റ്റുള്ളൊരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിക്ക് പഞ്ചായത്ത് അറിയാതെ, പ്രതിപക്ഷം അറിയാതെ, നാട്ടിലെ MLA-മാർ പോലും അറിയാതെ ഇങ്ങനെ ഒരു ഡീല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീലിൻ്റെ പുറകിൽ വലിയ കറുത്ത ഡീലുകളുണ്ട്. ആ ഡീലുകൾ എന്താണ് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ കേരളം തീർച്ചയായിട്ടും അറിയേണ്ടതുമാണ്. യെസ്, MK ഹരിദാസ്, നോക്കൂ, മദ്യ നയത്തിൽ മാറ്റം വരുത്തും. മദ്യ ലഭ്യത ഘട്ടം ഘട്ടമായി കുറക്കുമെന്നാണ് ഇടതുമുന്നണി സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്, അല്ലേ? KCBC പോലുള്ള സംഘടനകളൊക്കെ ഈ കൂടുതൽ ബാറുകൾ തുറക്കാൻ അനുമതി നൽകിയ സമയത്ത് അന്ന് അവരോട് പറഞ്ഞതും അതാണ്. നമ്മൾ ഘട്ടം ഘട്ടമായി മദ്യ ലഭ്യത കുറക്കും, അത് ഉറപ്പ് വരുത്തും എന്നാണ്. പക്ഷേ നോക്കൂ, പാലക്കാട് എലപ്പുള്ളിയിൽ, അതും ദൗർലഭ്യം നേരിടുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ബ്രൂവറി അനുവദിച്ചിരിക്കുന്നത്. മോണിറ്ററി ബെനിഫിറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ? MK ഹരിദാസ്, എങ്ങനെയാണ് താങ്കൾ നോക്കുന്നത്? മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാണ് 2016 ഇവർ അധികാരത്തിൽ കയറിയത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KPSC ലളിതയും മരിച്ചുപോയ ഇന്നസെൻ്റൊക്കെ പരസ്യത്തിലൂടെ വന്നിട്ട് പറഞ്ഞത് മദ്യവർജനം ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടുണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിപ്പോൾ ഒരു ക്ലിപ്പ് ഒരാൾ അയച്ചു തന്നതാണ്. ഞാൻ ഇത്തരം ഈ കുമാരപിള്ള സാറുമാരുടെ പ്രയോഗങ്ങളൊന്നും കേൾക്കാൻ ഞാൻ ചർച്ചകൾ കാണാറില്ല. അപ്പോൾ ഈ കോട്ടയത്തെ കുമാരപിള്ള സാറ് ഇരുന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബീവറേജസിൻ്റെ എണ്ണവും അതുമാതിരി തന്നെ ബാറുകളുടെ എണ്ണവും കൂടി എന്ന് പറയുന്നവർ ഒരു കാര്യം അറിയുക, ഇവിടുത്തെ മദ്യോപയോഗത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന്. വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷൻ എനിക്ക് തന്നിട്ടുള്ള കണക്ക് വെച്ചിട്ട് 6 ലക്ഷം ലിറ്റർ മദ്യമാണ് ഇപ്പോൾ കേരളത്തിലത്തെ ആൾക്കാർ, ജനങ്ങൾ, മദ്യപന്മാർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 ഇതിൻ്റെ കണക്ക് 2,16,000 ലിറ്റർ ആയിരുന്നു എന്ന് പറയുമ്പോൾ 6 ലക്ഷം മദ്യത്തിൻ്റെ കണക്കിലേക്ക് എത്തുമ്പോൾ അത് കുറവാണ്, മദ്യപാനാസക്തി കുറഞ്ഞൊരു ജനത്തിൻ്റെ പേരിലാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബീവറേജസ് കോർപ്പറേഷൻ്റെയും ഔട്ട്ലെറ്റുകളുടെയും ബാറുകളുടെയും എണ്ണം കൂട്ടുന്ന ഇവരുടെ താത്വിക ആചാര്യന്മാർ നൽകുന്ന ഉപദേശത്തിൻ്റെ വഴി എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. കാരണം 6 ലക്ഷവും 2,16,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇനി ഇതിൻ്റെ മറ്റൊരു കണക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 2016 ഇവിടെ 18 കോടി രൂപയുടെ മദ്യോപയോഗമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇന്നത് 56 കോടിയിൽ എത്തി നിൽക്കുകയാണ്. പ്രതിദിനം 56 കോടി രൂപയുടെ മദ്യം അകത്താക്കുകയാണ്. അതിൻ്റെ വില വർധനവാണ് ഈ 56 കോടിയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് തർക്കിച്ച് നിൽക്കാം വേണമെങ്കിൽ. പക്ഷേ ഈ 6 ലക്ഷം ലിറ്റർ 6.25 ലക്ഷം ലിറ്റർ മദ്യോപയോഗത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിച്ച 100 മാസത്തെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ അനിൽ നമ്പ്യാർ ബ്രൂവറിയെ കുറിച്ചല്ലാതെ 23 ലക്ഷം ജനങ്ങൾ
ക്ഷമിക്കണം, 23 ലക്ഷം കുടുംബങ്ങൾ ഇവിടെ കുടിവെള്ളം ഭാഗികമായി ലഭിച്ചിട്ടും 16 ലക്ഷം കുടുംബങ്ങൾ കുടിവെള്ളം തീരെ കിട്ടാതെയും ബുദ്ധിമുട്ടുന്ന ഒരു നാട്ടിലെ അവർ കുടിവെള്ള സപ്ലൈയെ കുറിച്ചിട്ടാണോ ചിന്തിക്കുക? ബാറുകളുടെ എണ്ണം കൂടുന്തോറും അതിന് വേണ്ട മദ്യം ഉണ്ടാക്കാനുള്ള ബ്രൂവറികളുടെ എണ്ണം കൂട്ടാനാണോ അവർ ചിന്തിക്കുക? നമ്മളാണ് തെറ്റുകാർ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ സത്യത്തിൽ പറഞ്ഞാൽ അവരുടെ മനസ്സറിയാതെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം AI ക്യാമറ കെൽട്രോണിന് കരാർ കൊടുക്കുകയും ആ കരാർ മറിച്ച് മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയും ആ കരാർ കൈകൾ മറിഞ്ഞിട്ടുള്ള ആ കരാറിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ ഇതേ താത്വിക ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ഇത് കേരളത്തിലെ വാഹനാപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനും മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് എന്ന് തർക്കിച്ചിരുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ളത് ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് സ്ഥിതി? അപ്പോൾ അവിടുത്തെ താല്പര്യം വാഹനാപകടങ്ങളുടെ എണ്ണം കുറയ്ക്കലോ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളോ അല്ല എന്ന് അന്ന് തർക്കിച്ചിരുന്ന എന്നെപ്പോലുള്ളവരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് 1,74,000 പേർക്കാണ് നോട്ടീസ് അയക്കാൻ ബാക്കിയുള്ളത്. പിടികൂടപ്പെട്ട ക്യാമറയിൽ നിന്ന് വെച്ച ക്യാമറയിലത്തെ 50% വർക്ക് ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് നടക്കുന്നില്ല. അപ്പോൾ താല്പര്യം AI ക്യാമറ വെക്കുമ്പോൾ ജനങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമലംഘനോ അല്ല എന്നുള്ള തെളിഞ്ഞിട്ടുള്ള സാഹചര്യത്തില് ഈ ബ്രൂവറി തുടങ്ങുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇപ്പം അഡ്വാൻസേ മേടിച്ചിട്ടുള്ളൂ. അത് ഇപ്പം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീ അനിൽ നമ്പി ഒരു കാര്യം ഞാൻ പറയാം. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മൂക്കിൻ്റെ താഴെ നിൽക്കുമ്പോൾ അതുമാതിരി തന്നെ ഒരു കൊല്ലവും കേവലം 4 മാസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുള്ളപ്പോൾ ഇത് 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എൻ്റെ വിഡിത്ത് നിറഞ്ഞ കാഴ്ചപ്പാടായിരിക്കാം. ഇതിപ്പോൾ എത്രത്തോളം ശക്തിയുക്തം ഇതിന് എതിർപ്പുണ്ട് എന്ന് അറിയാതെ മുഴുവൻ കമ്മീഷനും ഒയാസിസിൽ നിന്ന് വാങ്ങത്തക്ക തോതിലുള്ള വിഡിത്തമൊന്നും MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത്തരത്തിൽ ചെയ്യില്ല. ഇപ്പൊ ഒരു ഭാഗികമായ പൈസ മാത്രമേ ഇപ്പൊ മേടിക്കുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് AI ക്യാമറ ഇടപാടിലെ കമ്മീഷനാണ്. അതുകൊണ്ട് മുഴുവൻ കമ്മീഷനും സോറി പറഞ്ഞു വരുമ്പോ എന്താ വെച്ചാൽ കമ്മീഷൻ ഇപ്പൊ ഇന്ന് CAG റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് PPE കിറ്റ്, അതായത് ഒരു മഹാമാരിയെ കേരളത്തിലെ ജനങ്ങൾ നേരിടുമ്പോൾ 10.33 കോടി രൂപ ശൈലജ ടീച്ചർ എന്ന മഹതിക്ക് വിളിച്ചു പറയേണ്ടി വന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമുക്ക് ഭാഗികമായി വിശ്വസിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് CAG റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മഹാമാരിയെ പോലും കമ്മീഷനായി ചൂഷണം ചെയ്യുന്നവർ AI ക്യാമറയിലായാലും നമ്മുടെ ബ്രഹ്മപുരത്തെ തീക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെലവിലായാലും ബ്രഹ്മപുരത്തെ മറ്റേ മാലിന്യ സംസ്കരണത്തിന് സോണ്ട കമ്പനിക്ക് കൊടുത്തതായാലും ഒന്നും ജനനന്മയല്ല ലക്ഷ്യമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ 100 മാസത്തിലിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാൻ ശ്രീ അനിൽ നമ്പ്യാർ പറയുകയാണ്, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ദുർബലമായൊരു പ്രതിപക്ഷമുള്ളിടത്തല്ലേ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുള്ളൂ. ഈ ബ്രൂവറി തുടങ്ങാൻ പോണ പഞ്ചായത്ത് കമ്മിറ്റി അറിഞ്ഞിട്ടില്ല അവിടെ തുടങ്ങാൻ പോകുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കാര്യം എത്രത്തോളം ദയനീയമാണെന്ന്. ഇന്ന് നിയമസഭ കൂടുമ്പോൾ ഈ പ്രശ്നത്തേക്കാൾ കൂത്താട്ടുകുളം പ്രശ്നത്തിനാണ് ഇവർ ഇതായിരിക്കുന്നത്. കാരണം MB രാജേഷിനെ കൊണ്ട് പറയിപ്പിച്ചു, ഒരു അടിയന്തര പ്രമേയം നിങ്ങൾ കൊണ്ടുവരാൻ പോലും നിങ്ങൾക്കാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അഴിമതി ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നല്ലേ വരുന്നത് എന്ന് MB രാജേഷിനെ കൊണ്ട് ചോദിപ്പിക്കാനുള്ളൊരു അവസരം ഇവിടുത്തെ ദുർബലമായ പ്രതിപക്ഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ദുർബലമായ ഈ പ്രതിപക്ഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ തുടരുന്ന ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ബ്രൂവറിയുടെ കാര്യത്തിലെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിൽ ഒരുവിധ ആൾക്കാർക്കും ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല. കാരണം ബാറുകളുടെ എണ്ണം കൂടുന്തോറും മദ്യോൽപാദനം കൂട്ടണം. അത് മാത്രമല്ല, വേറെ ഇതിൻ്റെ മറവിൽ മറ്റു ഈ മദ്യോൽപാദനം കൂടിയിട്ട് മദ്യപന്മാരുടെ എണ്ണം കൂടുമ്പോൾ മറ്റൊരു സംഗതി നടക്കുന്നുണ്ട്. ഇവിടെ വിമുക്തി പറഞ്ഞൊരു പദ്ധതിയുടെ പേരിൽ 136 കോടി രൂപയാണ് നാളിതുവരെ ചിലവാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇനം തിരിച്ചുള്ള കണക്കൊന്നും ലഭ്യമല്ല. ഇത്ര 136 കോടി രൂപ ചിലവായിട്ടുണ്ട്. അതിൽ 18 കോടി രൂപ പരസ്യത്തിനാണ്, ബാക്കിയുള്ള പൈസ ചിലവായിട്ടുള്ളത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എത്ര പേരെ മദ്യാസക്തിയിൽ നിന്നും വിമുക്തി പദ്ധതി വഴി മോചിപ്പിച്ചു എന്ന ചോദ്യത്തിനും രസകരമായ മറുപടിയാണ്. അല്ല ശ്രീ ഹരിദാസ്, അതിനൊരു മറുപടി പറഞ്ഞിരുന്നല്ലോ, അതിനൊരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ബാറുകൾ ഇങ്ങനെ കൂടുതൽ തുറക്കുന്നു, അല്ലെങ്കിൽ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടുതൽ തുറക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ, യുവാക്കളെല്ലാം മറ്റേ നമ്മുടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്ക് പോവുകയാണ്, കഞ്ചാവിലേക്ക് MDMAയിലേക്കൊക്കെ പോവുകയാണ്, അതുകൊണ്ട് അവരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഒപ്പിച്ചതെന്ന് എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടല്ലോ. ഈ പരിപാടി അന്ന് പറഞ്ഞു
ആ അതെ. അത് അന്ന് പറഞ്ഞു. പക്ഷെ മിനിഞ്ഞാന്ന് കോട്ടയത്തെ കുമാരപിള്ള സാർ പറഞ്ഞത് അങ്ങനെയല്ല. അത് ഞങ്ങളിത് കൂട്ടുന്നതനുസരിച്ച് മദ്യോപയോഗം ഇവിടെ കുറഞ്ഞു വരികയാണെന്നുള്ള കണക്ക് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? 2016 ആയാലും 2018 ആയാലും 2020 ആയാലും 2024 ഡിസംബറിൽ കിട്ടിയ കണക്ക് വെച്ച് നോക്കുമ്പോൾ 40% മദ്യോപയോഗത്തിലെ വില വ്യത്യാസത്തിലല്ല, മദ്യോപയോഗത്തിൽ കേരളം മുന്നിലാണെന്ന് ആ മഹാനെ ധരിപ്പിച്ചു കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വീറോടും വാശിയോടും കൂട്ടത് പറയുന്നത്. സിയാറിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജൽജീവൻ പദ്ധതി 48,000 കോടി രൂപയുടെ പ്രൊജക്ട്, ക്ഷമിക്കണം, 43,700 കോടി രൂപയുടെ പദ്ധതി, പകുതി കേന്ദ്രവും പകുതി സംസ്ഥാനവും എടുക്കേണ്ട ഒരു പദ്ധതി. ഗ്രാമീണ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയാണ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നു. ഇതിന്റെ സമയപരിധി ഈ വരുന്ന മാർച്ച് ഏപ്രിലോട് കൂടി കഴിയാൻ പോവുകയാണ്. 12,000 കോടി രൂപ കടമെടുത്താലേ ആ പദ്ധതി ഭാഗികമായിട്ടെങ്കിലും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 12,000 കോടി കടമെടുക്കുന്നതിന് ആര് ജാമ്യം നിൽക്കും? അതായത് വാട്ടർ അതോറിറ്റി നിൽക്കുമോ സർക്കാർ നിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവരെ അതീവ രഹസ്യമായിട്ട് ഈ ബ്രൂവറിക്ക് അനുമതി നൽകാൻ തയ്യാറായി എങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണെന്ന് ഇവർക്ക് ചാനൽ ചർച്ചകളിൽ പറയാമെന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക? കുടിവെള്ളം കിട്ടാത്തൊരു നാട്ടിലെ വൈദ്യുതോപയോഗത്തിൻ്റെ പീക്ക് അവർ ഏതാണ്, അത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഉപയോഗത്തിൻ്റെ പീക്ക് സമയം എന്താണ്, ഇതൊന്നും കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ മദ്യോപയോഗവും ലോട്ടറി ടിക്കറ്റും വിറ്റുകൊണ്ട് ഈ കേരളത്തിലെ ഈ നമ്മുടെ ജനാധിപത്യ ഭരണം മുൻപോട്ട് പോകുന്നുള്ളൊരു അവസ്ഥയിൽ ഇതല്ല, ഇതിനപ്പുറവും വാനരൻ ചെയ്യുമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളത് പോലെ തന്നെ ഇതിലപ്പുറവും ഇവർ ചെയ്യാൻ മടിക്കില്ല. കാരണം ഓരോരുത്തരും കേരളത്തിലെ ഓരോ പിറന്നു വീഴുന്ന കുട്ടിയുടെ പേരിൽ പോലും ഭാവിയിൽ മദ്യോപയോഗത്തിൻ്റെ കണക്ക് വ്യക്തമായി എഴുതി ഉണ്ടാക്കിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരമൊരു ചർച്ചയിൽ നമ്മൾ ഈ വിഷയത്തെ കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുക്ക ബലദേവ്, നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ഉറപ്പുവരുത്തുന്നില്ല ഈ സർക്കാർ. ഇപ്പോൾ കുടിവെള്ളം വേണ്ട, കളർ വെള്ളം കുടിച്ചാൽ മതി എന്നാണോ? അതാണോ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം? നോക്കൂ, ആ പാവപ്പെട്ട രണ്ടുപേരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ഇന്നസെൻറ്റും KPSC ലളിതയും. തിരഞ്ഞെടുപ്പ് കാലത്ത് അവരെ കൊണ്ട് പറഞ്ഞാണ് LDF വരും, തുറന്ന ബാറുകൾ പോലും അടച്ചുപൂട്ടും എന്ന ഉറപ്പ് നൽകിയ 2 പേർ അല്ലേ? അവരെയൊക്കെ പൊട്ടന്മാരാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ് ബ്രൂവറി അനുവദിക്കുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്? 2022, 23, 24 ഇടതുപക്ഷത്തിന്റെ പോളിസി മാറ്റേഴ്സിൽ അവതരിപ്പിച്ചതാണ്. സംസ്ഥാനത്ത് ആവശ്യമുള്ള മദ്യം നിർമ്മിക്കും ബ്രൂവറി ശാല എന്ന് പറഞ്ഞാൽ മദ്യ നിർമ്മാണശാലകളാണ് ബ്രൂവറി എന്ന വാക്ക് നടത്തുന്നത്. അത് പോളിസി മാറ്റർ പറഞ്ഞാണ്. അന്ന് കോൺഗ്രസും എല്ലാം കൊണ്ടുള്ള നിയമസഭയിലാണ് അവതരിപ്പിച്ച. അന്ന് ഇതിനെക്കുറിച്ച് ആരും ഇതൊന്നും എതിർത്ത് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ ഈ ബ്രൂവറി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവിടെ ചില കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. ഒന്ന്, BJPയുടെ നേതാവ് പറഞ്ഞൊരു കാര്യം, ഇതിന് ടെൻഡർ ക്ഷണിച്ചില്ല എന്നാണ്. ഇതിനെന്തിനാ ടെൻഡർ ക്ഷണിക്കുന്നത്? എന്റെ കയ്യിലിരിക്കുന്ന പണം ചെലവാക്കി ഞാനൊരു വ്യവസായം തുടങ്ങുന്നതിന് ഞാൻ ടെൻഡർ ക്ഷണിക്കേണ്ട. ഗവൺമെന്റിന്റെ സമ്പത്ത് കൊണ്ട് ഗവൺമെന്റ് വിളിക്കുന്നതിനാണ് കൊട്ടേഷൻ കൊടുക്കുക. ഇതല്ല. നമുക്ക് വ്യവസായ സ്ഥാപനം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും തുടങ്ങാം. അതിന് ടെൻഡർ വേണ്ട. അവിടുത്തെ പല ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണ്ടി വരും. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിനകത്തുള്ള പ്രതിപക്ഷവുമായി സംസാരിച്ചില്ലായിരുന്നു. ഇത് പോളിസി മാറ്റേഴ്സ് എപ്പോഴും സഭയിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ BJP ഗവൺമെന്റ് ഈ CAA ഒക്കെ കൊണ്ടുവന്ന എത്ര പ്രതിപക്ഷം സ്വന്തം പാർട്ടി മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ പോലും ആലോചിക്കാതെ അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJP ഗവൺമെന്റ് CAA ഒക്കെ കൊണ്ടുവന്നു. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ അപ്പൊ ഇതിനകത്ത് ടെൻഡർ വിളിക്കണ്ട. പിന്നെ 24 ഏക്കർ സ്ഥലം സൊയാസിസ് എന്ന കമ്പനി പാലക്കാട്ട് നേരത്തെ തന്നെ അവരുടെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ സ്വന്തം വസ്തുവിൽ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങി. ഇവിടെ 2-3 ആക്ഷേപങ്ങളുണ്ട്. ശരിയാണ്. ഒന്ന്, പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ കുടിവെള്ള പ്രശ്നം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളം രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അത് അവരുടെ നയത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അവര് റെയിൻ ഹാർവെസ്റ്റിങ്ങിലൂടെയാണ് വെള്ളം ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലൈസൻസ്, ഈ ലൈസൻസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ലൈസൻസ് ആണ്. കേരള ഗവൺമെന്റ് പാസ്സാക്കിയ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ട്, ഏകജാലക സംവിധാനം. ആ ഏകജാലക സംവിധാനം അനുസരിച്ച് വ്യവസായങ്ങൾ ആർക്കും എവിടെയും തുടങ്ങാം. അതിന് വേണ്ടുന്ന ലൈസൻസ് ബന്ധപ്പെട്ട അധികാരികൾ കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ടപ്പുകൾ വരുന്നത്. ആ സ്റ്റാർട്ടപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട BJP ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്ത് നിന്ന കേരളത്തിൽ ഇപ്പോൾ ഗുജറാത്തിനോടൊപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്.
അത് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ തുടങ്ങുന്ന ഒയാസിസ് എന്ന കമ്പനി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈഥൈൽ ആൽക്കഹോൾ, ഇഥനോൾ എന്ന സാധനമാണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസി മാറ്റമുണ്ട്. അതാണ് ആദ്യം പഠിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പോളിസി ഇങ്ങനെ കൊണ്ടുവരാൻ കാര്യം എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ ഗവൺമെന്റ് വലിയ ട്രേഡ് ഡെഫിസിറ്റ് നേരിടുന്നു. ട്രേഡ് ഡെഫിസിറ്റിന്റെ പ്രധാന കാരണം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ സമ്പത്തിന്റെ ഏറ്റവും വലുത് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുക. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് പറയും. അതിന് വേണ്ട എന്താ? പെട്രോളിയം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്കിവിടെ സോഴ്സ് ഇല്ല. അതുകൊണ്ട് പെട്രോളിയത്തിൽ ചേർക്കുന്ന ഇഥനോൾ 5 മുതൽ 10% വരെ ചേർക്കാം. വടക്കേ ഇതിലെ കരിമ്പ് കർഷകർക്ക് അത് വളരെ നല്ല ഉപയോഗമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓയിൽ കമ്പനികൾ അതിന് കഴിവുള്ള കമ്പനികളുമായിട്ട് ചേർന്ന് എഗ്രിമെന്റ് വെക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓയിൽ കമ്പനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എല്ലാം തന്നെ ഒപ്പുവെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കമ്പനിയാണ് ഒയാസിസ്. ഞാൻ ഒരു കാര്യം അംഗീകരിക്കുന്നത്, ഇവരുടെ പേരിൽ പഞ്ചാബിലും ഡൽഹിയിലും കേസുണ്ട്. പക്ഷെ BJP ഭരിക്കുന്ന UP-യിലും ഈ കമ്പനി പ്രവർത്തിക്കുന്നു, മധ്യപ്രദേശിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നു, ആറ് സംസ്ഥാനങ്ങളിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു കേസുണ്ട്, അതിനെ തർക്കമൊന്നുമില്ല, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ഡൽഹിയിലെ മധ്യ കേസിനകത്തൊക്കെ ഇതിനകത്തെ ഡയറക്ടർമാർ ആ കേസിലെ പ്രതികളൊക്കെയാണ്. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്നു, അവരിവിടെ തുടങ്ങാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ചാരായ നിർമ്മാണം ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ അവരവിടെ നിർമ്മിക്കുന്നത് ചാരായമാണ്, അല്ലാതെ അവര് ഫോറിൻ ലിക്കറുകളല്ല നിർമ്മിക്കുന്നത്, ഈഥൈൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നു. ആ ഈഥൈൽ ആൽക്കഹോളിൽ പിന്നെ പല പ്രോസസ്സുകൾ നടത്തിയെങ്കിലേ അത് റമ്മോ, വിസ്കി, ബ്രാൻഡി, ബിയറൊക്കെ ആയിട്ട് മാറത്തുള്ളൂ. ആ ചാരായം നിർമ്മിക്കുന്നതിന് കേരളത്തിലെ നമ്മൾ പരസ്യമായിട്ട് കൊല്ലം ജില്ലക്കാരനെ ബാലഗോപാൽ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പ കൃഷി, കപ്പയുണ്ട്, കടച്ചക്കയുണ്ട്, വേസ്റ്റായി പോകുന്ന പറങ്കിയാമ്പഴമുണ്ട്. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ ഈഥൈൽ ആൽക്കഹോളാക്കി മാറ്റിയാൽ അത് അവർക്ക് നല്ല വരുമാനവുമാകും, സംസ്ഥാനത്തിന് അതിനുള്ള വരുമാനവും കിട്ടും. പിന്നെ അങ്ങനെ ഈഥൈൽ ആൽക്കഹോൾ ഇവിടെ നിർമ്മിച്ചാൽ മദ്യ ഉപയോഗം എങ്ങനെ കൂടും? ഇപ്പോൾ നമ്മൾ മദ്യം ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും കർണാടകത്തിൽ നിന്നും മദ്രാസിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ മദ്യം ഇറക്കുമതിയാണ് നിൽക്കുന്നത്. മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ അതിനകത്ത് ഫോറിൻ ലിക്കർ നിർമ്മാണം ഇല്ല. അവരുടെ പ്രൈമറിയിൽ ഈഥൈൽ ആൽക്കഹോൾ മാത്രം നിർമ്മിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രൈമറി ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് നിരവധി ലൈസൻസ് വേണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പഞ്ചായത്തിന്റെ ലൈസൻസ് വേണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ പല പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർക്ക് വേണം. ഇതെല്ലാം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ അറിയിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ വർഷമായിട്ടൊക്കെ ഇല്ല. ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അനുസരിച്ച് ഒരു പഞ്ചായത്തിൽ വ്യവസായം പഞ്ചായത്തിൽ അവിടെ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചത് എന്തിനാ? അവിടെ കോളേജ് സ്ഥാപിക്കാന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിച്ചത്. സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രമാണത്തിൽ ഞാൻ ഇന്നതിനൊന്നും എഴുതണ്ടല്ലോ നമ്പ്യാരെ. പ്രമാണം നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ വസ്തുവിനകത്ത് എഴുതി വെക്കണം, ഞാൻ ഇന്നതിനാണ് ഈ വസ്തു വാങ്ങിക്കുന്നത്. അങ്ങനെ പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പണം ഉള്ളവർക്ക് ഇന്ത്യക്കകത്ത് ഇപ്പൊ ജമ്മു കാശ്മീരിൽ വാങ്ങിക്കും, എവിടെ വേണമെങ്കിലും നമുക്ക് വസ്തു വാങ്ങിക്കാം. അപ്പൊ അതിനകത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവർ വസ്തു വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അടിക്ക് അങ്ങനെ വെച്ചാൽ ആ പ്രമാണം തന്നെ അസ്ഥിരമാണ്. നിയമം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും പ്രമാണത്തിൽ പറയാൻ പാടില്ല. അപ്പോൾ അവർ വസ്തു വാങ്ങിച്ചു, അവരുടെ സ്വന്തം പേരുള്ള വസ്തു വ്യവസായം തുടങ്ങുന്നു, ഈഥൈൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിന്റെ ഉൽപ്പാദനമല്ല, പ്രാഥമിക ഘട്ടത്തിൽ ഗവൺമെന്റ് പാസ്സാക്കിയ സിംഗിൾ വിൻഡോ പ്രോസസ് അനുസരിച്ച് പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട. പക്ഷെ അവിടെ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പഞ്ചായത്തിന്റെ അംഗീകാരമില്ലാതെ അവിടെ കെട്ടിടം നിർമ്മിക്കാനും മറ്റു പ്രവൃത്തിയുള്ള പഞ്ചായത്തിന്റെ നമ്പർ ഇടണം. ഇതൊക്കെ പഞ്ചായത്തിന്റെ അംഗീകാരം വേണ്ടി വരും. പ്രാഥമിക ലൈസൻസിന് ഇവിടുത്തെ ഏകജാലക സംവിധാനം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുവാദം കൊടുത്താൽ മതി, മറ്റു ഒന്നിന്റെയും അനുമതി വേണ്ട. പക്ഷെ വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ മറ്റ് ഇതുമായിട്ട് ഏതൊക്കെ ഏജൻസികൾ ബന്ധപ്പെട്ട് വരുന്നു ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം അംഗീകാരങ്ങൾ വേണ്ടിവരും. അത് പിന്നീടുള്ള അടുത്ത ഓരോ നടപടികളാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ ബ്രൂവറി തുടങ്ങുക എന്നതാണോ സർക്കാരിന്റെ പ്രയോറിറ്റി? ആണോ? ഗവൺമെന്റിന്റെ പോളിസി മാറ്റി 2022-23 ഇത് പ്രഖ്യാപിച്ചതാണ്. കേരളത്തിലുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മദ്യം ഇറക്കുമതി ചെയ്യുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന ധനകാര്യ വകുപ്പിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി. അല്ലാതെ മദ്യം ഇറക്കുമതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ തന്നെ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ ഉപയോഗം കൂടുതലായിട്ട് അങ്ങനെയാണെങ്കിൽ അതാണ് സർക്കാരിന്റെ നയമെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ അന്തരിച്ച KPSC ലളിതയെ കൊണ്ടും ഇന്നസെന്റിനെ കൊണ്ടും നിങ്ങൾ എന്തിനാണ് കള്ളപ്രസ്താവന ഇറക്കിച്ചത്? നമ്പ്യാരെ, നമ്മൾക്ക് ഓരോ കാലങ്ങളും, നമ്മൾ 1957 കേരളമാണോ ഇത്? ഓരോ കാലങ്ങളിൽ ഗവൺമെന്റ് അതിന്റെ പോളിസി മാറ്റേഴ്സ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മദ്യം ഒഴുക്കുമെന്ന് പറഞ്ഞാൽ പോരെ? അത് പറയാനുള്ള ഇതല്ല ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പ്. ഇത് മദ്യം ഒഴുകുന്നതായിട്ട് എന്താ ബന്ധം?
ഞാൻ അടുത്തൊരു കടയിൽ പോയി 1 കുപ്പി മദ്യം വാങ്ങിക്കുന്നു, എന്റെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നു, ഈ 1 കുപ്പി മദ്യം ഉപയോഗിക്കുന്നു. ഇതിനകത്ത് എങ്ങനെ മദ്യം ഒഴുകുന്നത്? മദ്രാസിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് മദ്യം വാങ്ങിക്കുന്നതിന് പകരം അതേ മദ്യം കേരളത്തിൽ ഇപ്പോഴുണ്ടല്ലോ, കേരളത്തിൽ മദ്യം ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ മദ്യം ഒഴുകുന്നത് എങ്ങനെയാണ്? മദ്യം ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ചാൽ മദ്യം ഒഴുകുമോ? നമ്മൾ കൂടുതൽ ടാക്സ് കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വില കൊടുത്തെടുക്കുന്ന മദ്യം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആ മദ്യം ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ വ്യവസായം ഉണ്ടാകും, തൊഴിലാളികൾക്ക് ജോലി കിട്ടും. വിശേഷിച്ച് ഇവിടെ നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതിരിക്കുന്ന നിരവധി കാർഷികോൽപ്പന്നങ്ങൾ, വിശേഷിച്ച് വടക്കൻ ജില്ലകളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഇടകൃഷിയായിട്ടും അല്ലാതെയും ഒക്കെ വളരെ കൂടുതൽ കടച്ചയ്ക്ക് അവിടെ കൃഷി ചെയ്യുന്നു. ആ പൈനാപ്പിൾ ബലദേവി, ഇതെല്ലാം നടത്തിക്കോ നിങ്ങൾ, സംസ്ഥാനത്തിന് ലാഭം ഉണ്ടാക്കാൻ എന്ത് വേണമെന്ന് നടത്തിക്കോ. പക്ഷേ എന്തിനാണ് ഈ കള്ളം പറയുന്നത്? മദ്യവർജനമാണ് നമ്മുടെ ലക്ഷ്യം, മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നൊക്കെ ഈ എല്ലാ ബജറ്റ് അവതരണത്തിലും ഇതെന്തിനാണ് നിങ്ങൾ എടുത്ത് പറയുന്നത്? അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്തിനാ കള്ളം പറയിപ്പിക്കുന്നത്? അല്ലത് അത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നമുക്ക് മദ്യം ഇല്ലാതാക്കണോ? പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റുന്ന കാര്യമല്ലല്ലോ ഇപ്പോഴത്തെ. മദ്യം ഇല്ലാതാക്കണോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മദ്യം ഇല്ലാത്ത ആര് പറഞ്ഞു? മദ്യ നിരോധനക്കാർ മദ്യത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ മദ്യത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നതും തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ 1 ലക്ഷം ലിറ്റർ കൂടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം ലിറ്റർ കേരളത്തിൽ ഉത്പാദിപ്പിക്കുമ്പോൾ അത് മദ്യത്തിന്റെ അളവ് ഉപയോഗം കൂടുകയോ ഉപയോഗം കുറയുകയോ ചെയ്യുന്നില്ല. നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന് വരെ അത്രയും മദ്യം നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നു. അത് ഈ പറഞ്ഞ ആദ്യമായി കൊടുത്തിരിക്കുന്ന പ്രാഥമിക ലൈസൻസിൽ റമ്മ്, വിസ്കി, ബ്രാൻഡി, ബിയർ നിർമ്മാണത്തിന് ഒന്നും ലൈസൻസ് കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടുള്ളത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണവും അത് ഓയിൽ കമ്പനികളുമായിട്ട് ചേർത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കകത്തേക്ക് ചേർത്ത് പെട്രോളിയത്തിന്റെ കൺസംഷൻ കുറയ്ക്കാനുള്ള അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പോളിസി അനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓയിൽ കമ്പനികളിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നതാണ് ഈ ഒയാസിസ് എന്ന കമ്പനി. കേരളത്തിൽ ഒരു കാര്യം ഇന്ന് ഞാനൊരു മദ്യ കമ്പനിയുടെ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ പഞ്ചാബിൽ നിന്ന് ഒരാൾ കേരളത്തിലേക്ക്, അതും പാലക്കാട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഈ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബിയർ ഉണ്ടല്ലോ, ബിയർ അതാണ്, അതായത് കേരളത്തിൽ നിന്നുള്ള ബിയറാണ്, നിർമ്മിക്കുന്ന ബിയറാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള, ആളുകൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബിയർ എന്നാണ്. അപ്പോൾ അത്രയും നല്ല ജലം ഉപയോഗിച്ചിട്ടാണ് ബിയർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടിയാണ് പഞ്ചാബ് നിന്ന് ഇവർ ഇങ്ങോട്ടേക്ക് വണ്ടിയും പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല, അത് ആരായാലും പറഞ്ഞത് ശുദ്ധമായ ഒരു പോഷ്കാണ്. കാരണം ഇവിടെ വിറ്റടിക്കുന്ന ബിയറുകളിൽ കുറെ അധികം, ഞാൻ ഈ അബ്കാരി പോളിസിയിൽ ഒരു 5 വർഷത്തോളം ഇരുന്ന ആളാണ്, ഗവൺമെന്റ് അബ്കാരി പോളിസി. ഈ വിറ്റടിക്കുന്ന, ഞാൻ പുതിയ പോളിസി സമർപ്പിച്ച ആളുമാണ്, ഞാനായിട്ടൊരെണ്ണം എഴുതി സമർപ്പിച്ചതുമാണ്. കാര്യം ഇവിടെ ഈ മദ്യത്തിന്റെ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഇവിടെ വിൽക്കുന്ന ബിയറുകൾ എല്ലാം ഏതൊക്കെയാ നമ്മളിപ്പോ ചാലിക്കൂടെ പറയുന്നില്ലെങ്കിലും പരമാവധി വിറ്റഴിക്കുന്ന കുറെ ബിയറുണ്ട്. കിങ് ഫിഷർ ഉൾപ്പെടെ ചില KF സ്ട്രോങ് എന്ന് പറഞ്ഞ് കുറെ അധികം ബിയർ, വിദേശത്തുനിന്ന് വരുന്ന ഫോസ്റ്റേഴ്സ്, ഓസ്ട്രേലിയൻ ബിയർ ഉൾപ്പെടെ ഉണ്ട്. ഈ പറയുന്ന വിദേശത്ത് വരുന്ന ബിയർ ഒന്നും നമ്മുടെ പാലക്കാട്ട് വെള്ളം കൊണ്ടുവരുന്നു, ഓസ്ട്രേലിയൻ ബിയറാണ് വളരെ കൂടുതൽ വയ്ക്കുന്ന ഫോസ്റ്റർ എന്ന് പറഞ്ഞൊരു ബിയർ. ഈ ബിയറുകളൊന്നും ഇവിടെ നമ്മുടെ ഇവിടെ നിന്നുള്ള വെള്ളം, പാലക്കാട്ട് വെള്ളം എല്ലാം വടക്കേ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ബിയർ കേരളത്തിൽ നിന്ന് എങ്ങനെ വെള്ളം കൊണ്ടുവന്നാ പറഞ്ഞത്? ഏത് ട്രെയിനിൽ കൊണ്ടുവന്നു? വിമാനത്തിൽ കൊണ്ടുവന്നു, കപ്പലിൽ കൊണ്ടുവന്നു. പാലക്കാട്ട് നിന്ന് വെള്ളം വടക്കേ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന, കൊച്ചിയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് ബിയർ. ആ ബിയർ ഇവിടെ ചെലവില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബിയർ എന്ന് പറയുന്ന ഒന്ന് ഓസ്ട്രേലിയൻ ബിയർ ഫോസ്റ്റേഴ്സ് ആണ്, ഇച്ചിരി VIP കളെ കുടിക്കുന്നത്. അല്ലാത്തവര് KF സ്ട്രോങ് എന്ന് പറഞ്ഞ ബിയർ കുടിക്കും. അപ്പൊ ഇങ്ങനെ പിന്നെ ഒത്തിരി ബിയറുകളുണ്ട് ഇവിടെ. അപ്പൊ ഈ ബിയറുകളിൽ പ്രധാനപ്പെട്ട ബിയറുകളെല്ലാം ഒന്ന് മദ്രാസിലെ ഒരു അമൃത് കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വിസ്കി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്, അമൃത്. അതുപോലെ വടക്കേ ഇന്ത്യയിലെ കമ്പനികൾ, അവരിവിടുന്ന് എങ്ങും വെള്ളം കൊണ്ടുപോകുന്നതായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പാലക്കാട്ട് വന്ന് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കോരി വടക്കേ ഇന്ത്യയിലേക്ക് കൊണ്ട് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ഉണ്ടല്ലോ പാലക്കാട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞ അവരുണ്ടാക്കുന്ന ബിയർ നിങ്ങൾ ഈ പറയുന്ന ബ്രാൻഡുകളിൽ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് KFന്റെ ഒരു കമ്പനി മാത്രമാണ് ഇവിടെ കൂടുതൽ ബിയറുകൾ ഇടുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, അവരൊന്നും ഇവിടെ പാലക്കാട് ഡാമിൽ നിന്ന് ആർക്ക് വെള്ളം കൊടുക്കുന്നു? അവിടെ വെള്ളം കൊടുക്കുന്നില്ല. ഇത് ആരാണ് പറഞ്ഞത്? അവിടുത്തെ വെള്ളം കൊടുക്കും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പോളിസി മാറ്റേഴ്സിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അതിനകത്ത് അങ്ങനെ യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട്, പിന്നെ ഈ ബിയർ ഉണ്ടാക്കുന്നതും അതിനകത്ത് ചേർക്കുന്ന വെള്ളവുമായിട്ട് ഇതെല്ലാം ഡിസ്റ്റിൽ ചെയ്ത് ചേർക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് പ്രത്യേകം ബ്ലെൻഡിങ് ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രത്യേക ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ ഡിസ്റ്റിലേഷൻ, ബ്ലെൻഡിങ്, റിഫൈനിങ്, പല പ്രോസസ് ഉണ്ട്. അപ്പൊ ആ വെള്ളമൊക്കെ തിളപ്പിച്ച് 100 ഡിഗ്രിക്ക് മുകളിൽ തിളപ്പിച്ചൊക്കെ ചേർക്കുന്ന, ഞാൻ അതിന്റെ കെമിസ്ട്രിയിലേക്ക് പോകുന്നില്ല, നിരവധി പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ
ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യം ഇതിനകത്തില്ല. പിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് ഇതിനേക്കാൾ നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന നിരവധി നദികൾ അവിടെ ഉണ്ട്, ഗംഗ ഉൾപ്പെടെ. അവിടെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് ഈ വെള്ളം കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ഓക്കെ, വസന്തേ, ഇത് ധനകാര്യമന്ത്രി ഇങ്ങനെ ബ്രൂവറി തുടങ്ങുന്ന കാര്യം നിയമസഭയിൽ പറഞ്ഞിരുന്നു. അത് ചർച്ചയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു എന്നാണല്ലോ ആക്ഷേപിക്കുന്നത്. അല്ല, ആക്ഷേപത്തിനെല്ലാം ഉത്തരമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിനും 1 by 1 ഉത്തരം പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ചത് എന്താണ്, ഗവൺമെന്റ് ഇവിടെ ഈ ഡിസ്റ്റിലറിയും ബ്രൂവറിയും കൊണ്ടുവന്ന് മദ്യത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൽ ആർക്കാണ് പ്രശ്നം? ആർക്കും പ്രശ്നമില്ല സാർ, ആർക്കും പ്രശ്നമില്ല. കാര്യം ഒന്ന്, നിങ്ങളുടെ പോളിസി ചേഞ്ച് ഉണ്ട്. ആ പോളിസി ചേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ ഈ നാണമില്ലാത്തവന് അറിയാലോ, ബാക്കി ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ആ പോളിസി ചേഞ്ച് നടത്തുന്നവരെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാര്യം കൂത്തുപറമ്പിൽ പുഷ്പനെ വെടിവെക്കാൻ വിട്ടുകൊടുത്തിട്ട് നിങ്ങളുടെ പിണറായി ഗവൺമെന്റ് വന്നപ്പോ അതേ പുഷ്പൻ എന്തിനാണോ സമരം ചെയ്തത്, അതേ ശാസ്ത്രീയ മേഖല 100% പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റ് ആണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വൃത്തിയാണ് പോളിസി കാണിക്കും, അതുകൊണ്ട് നിങ്ങൾ അത് കാണിച്ചോളൂ. പക്ഷേ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മദ്യ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൂട്ടിക്കൊണ്ടുവരാനും അങ്ങനെ സർക്കാരിന്റെ ഒരു പോളിസി ഡിസിഷനായി നമ്മുടെ നാട്ടിൽ മദ്യ വ്യവസായത്തിലൂടെ 4 പേർക്ക് ജോലി കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശവുമാണെങ്കിൽ ഒയാസസിന് എന്താണ് ഇവിടെ റോൾ? നമ്പർ 2, ഇനി അങ്ങ് ചോദിച്ചൊരു കാര്യം, അങ്ങ് ഒരു അഭിഭാഷകനാണല്ലോ ശ്രീ ബലദേവ്, അങ്ങ് ചോദിച്ചൊരു കാര്യം എന്താണ്? അങ്ങ് ചോദിച്ചത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി നാട്ടിലെവിടെയെങ്കിലും ഭൂമി മേടിച്ച് കച്ചവടം തുടങ്ങിയാൽ ആർക്കാണ് ഇത്ര പ്രശ്നം, ആർക്കാണ് തടുക്കാൻ സാധിക്കുക? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനം രൂപം കൊള്ളുന്നതിൽ സമയത്തും അതിനുശേഷവും ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ പറയുന്നത് മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. അധികം ഭൂമിയുള്ളവരിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയും 15 ഏക്കറിൽ കൂടുതൽ ഭൂമി ഒരു വ്യക്തിക്കോ കമ്പനിക്കോ സ്വകാര്യമായി കെട്ടിയടച്ച് സ്വന്തമായി കൊണ്ടുവരണമെങ്കിൽ സർക്കാരിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ അനുവാദം വേണം. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് 26 ഏക്കർ ഭൂമി സ്വന്തമായി മേടിച്ച് അത് മതിൽ കെട്ടി വേർതിരിക്കാൻ ഒയാസിസ് എന്ന് പറയുന്ന ഈ സംസ്ഥാനവുമായി പിണറായി വിജയൻ വഴിയുള്ള അല്ലാതെ പുലക്കുടി ബന്ധമില്ലാത്ത ഒരാൾക്ക് സാധിക്കുന്നത്? ഇനി മൂന്നാമത്തെ ചോദ്യം, LK ഹരിദാസ് അടക്കമുള്ളവർ പറഞ്ഞല്ലോ, എന്താണ് ഒരുപക്ഷെ കുറച്ച് കമ്മീഷനെ മേടിച്ചുള്ളൂ കാണത്തുള്ളൂ, ബാക്കി മേടിക്കാൻ ഇരിക്കുന്നുള്ളൂ, വെറുതെയാണ് സാർ. അത് നിങ്ങൾക്ക് പിണറായി വിജയനെ പറ്റി അറിയത്തില്ല. എന്താണ് ലാവ്ലിൻ? ലോകത്തിൽ ഒരിടത്തും ശ്രീ അനിൽ നമ്പ്യാർ അങ്ങേക്ക് അറിയാമല്ലോ, ഏതെങ്കിലും ഒരു അഴിമതി പണം ഒരു പ്രൊജക്റ്റിൽ അഴിമതി നടത്തുമ്പോൾ അതിന്റെ 30%, 40%, 50% ഇത്രയല്ലേ അഴിമതി ഉണ്ടാവും? ലോകത്തിൽ ഒരിടത്തും ഒരു പ്രൊജക്ട് എമൗണ്ടിന്റെ 100% അഴിമതി നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഉണ്ട്. അതായത് പിണറായി വിജയന്റെ തുടക്കകാലത്ത് മന്ത്രിയായിട്ടുള്ള ഫസ്റ്റ് ടേണിൽ നടന്ന അഴിമതി ആ പ്രൊജക്ട് എമൗണ്ട് അടങ്കൽ തുകയുടെ 100% അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അതാണ് ലാവ്ലിൻ. അങ്ങനെയുള്ള പിണറായി ഇതാ ഒരു പേപ്പർ കഷ്ണത്തിന്റെ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ പണവും മേടിച്ച് ഒന്നെങ്കിൽ മകളുടെ ഏതെങ്കിലും കമ്പനി നിക്ഷേപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ പാർട്ടി ഓഫീസുകളിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ സർക്കാരിന് ഇതിനൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ MP രാജേഷ്, നമുക്കൊക്കെ MP രാജേഷിന്റെ ഫുൾ ഫോം അറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം മദ്യരാജാവായ രാജേഷാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വയനാട് വിഷയത്തിൽ മന്ത്രിസഭ കൂടാൻ താമസിച്ചപ്പോ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റും വരാൻ താമസിച്ച ഒരു സംസ്ഥാനത്ത് ഈ വിഷയമുണ്ടായതിന്റെ പിറ്റേന്ന് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകുന്നത് നിങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, അതായത് ഒയാസിസ് അവിടെ വെള്ളം കലക്കി കുറച്ച് സ്കോഷ് വെള്ളം കൊടുത്ത് പരിപാടി നടത്തുന്നതാണെങ്കിൽ നിങ്ങൾ എന്തിനാണെന്നേ ഒയാസിസുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരുമ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ചീഫ് സെക്രട്ടറി ധൃതിയിൽ 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ എക്സ്പ്ലനേഷനുമായി ഇറങ്ങി പുറപ്പെടുന്നത്? അതിന്റെ ഉത്തരം പറയണം. ഇനി നേരത്തെ അനിൽ നമ്പ്യാർ അടക്കം പറഞ്ഞു, എന്തായിരുന്നു നമ്മൾ കേട്ടത്? ഒന്നാം പിണറായി ഗവൺമെന്റ് വരുന്ന സമയത്ത് ശ്രീമതി KPSC ലളിതയും ഇന്നസെന്റും അടക്കമുള്ളവർ പറഞ്ഞത്, ഞങ്ങൾ തുറക്കാൻ പോകുന്നത്, ഇടതു ഗവൺമെന്റ് വന്നാൽ തുറക്കാൻ പോകുന്നത് ബാറല്ല കേട്ടോ, സ്കൂളാണ്. എപ്പോഴാണ് പറയുന്നത് അറിയാമോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി ബാറുകൾ മുഴുവൻ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ഇലക്ഷന്റെ ഘട്ടമായപ്പോൾ ഏതാണ്ട് 30-ൽ താഴെ ബാറുകൾ മാത്രം ഈ സംസ്ഥാനത്ത് പ്രവർത്തനയോഗ്യമായി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത ഒരു ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ ഞാൻ കൂടുതൽ പറയുന്നില്ല,
ഏതൊക്കെ രീതിയിൽ വൃത്തികേട് കാണിക്കാമോ അങ്ങനെ വൃത്തികേട് കാണിച്ച ഒരു അഴിമതി ആരോപണം, തല്ലും നിൽക്കാത്ത ഒരു അഴിമതി ആരോപണം കൊണ്ടുവരികയും, ആ അഴിമതി ആർക്കെതിരെയാണ് ആരോപിച്ചത്, അവരിന്ന് ഇവരുടെ കൂടെയാണ്, അതുപോട്ടെ, ആ അഴിമതി ആരോപണം കൊണ്ടുവരികയും ആ സർക്കാരിനെ കരുതിക്കൂട്ടി താഴെയിടാൻ മധ്യരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പണം പറ്റുകയും ആ പണം കൊണ്ട് നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കുകയും ചെയ്തു. എന്താ പരസ്യം? KPSC ലളിതയും ഇന്നസെന്റും കൂടെ വന്ന് ചിരിച്ചിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറല്ല കേട്ടോ, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളാണെന്ന്. ശ്രീ ബലദേവ്, ശ്രീ അനിൽ നമ്പ്യാർ, ഇനി സ്കൂളിൽ കൂടിയേ ബാർ തുറക്കാനുള്ളൂ. സംസ്ഥാനത്ത് 1000-ഓളം ബാറുകൾ തുറന്നു ഈ സർക്കാരിന്റെ കാലത്ത്. അതായത് 26-ൽ 28-ൽ നിന്ന് 812-ലേക്ക് എത്തുമ്പോ 1000 ഇരട്ടിയാണ് ബാറുകൾ. ഡാൻസ് ബാറും ഉണ്ട് കേട്ടോ, നമ്മുടെ ഓഫീസിന്റെ അടുത്ത് ഒരു ബാറുണ്ട്, പോരാഞ്ഞിട്ട് ഡാൻസ് ബാർ. അല്ല കട്ടായി അങ്ങ് പറഞ്ഞൊന്ന് പറയൂ. നമ്മുടെ ഓഫീസിന്റെ അടുത്തൊരു ഡാൻസ് ബാർ ഉണ്ട് എന്ന്. അതെ, തിരക്കറിയോ? അതെ 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 ശ്രീ അനിൽ നമ്പ്യാർ, നോക്കൂ, എന്താണ് ഇവരുടെ ഇൻട്രസ്റ്റ് എന്നും കൂടെ കേൾക്കണ്ടേ? അതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാറുകൾ തുറന്നു കൊടുക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ചിന്തിക്കാം, സർക്കാരിലേക്ക് ടാക്സ് വരുമല്ലോ, അങ്ങനെ സർക്കാർ ഖജനാ പങ്ക് സമ്പുഷ്ടീകരിക്കട്ടെ, അവിടെ പെറ്റി കിടക്കുന്ന പൂച്ചയ്ക്ക് ഇടയ്ക്ക് പാലും മുട്ടയും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് എന്ന് അല്ല. TOT പിരിക്കാനുണ്ട് 812 കോടി രൂപ കഴിഞ്ഞ ഒരു വർഷം. CNTG റിപ്പോർട്ടാണ്. എന്താ TOT? ടാക്സ് ഓൺ എന്ന് പറയുന്നത് ടേൺ ഓവർ ടാക്സ് ബാർ മുതലാളിമാരിൽ നിന്ന് പിരിക്കാനുള്ളത് ഒരു വർഷം 815 കോടി രൂപയാണ്. 100 മീറ്റർ ചുറ്റളവിൽ ബാർ പാടില്ല എന്നത് വെട്ടിച്ചുരുക്കി ഇവർ 50 മീറ്റർ ആക്കി. അത് ക്ലസ്റ്ററുകളുടെ കാര്യത്തിലും അവർ അതേപടി കൊണ്ടുവന്നു. പരിസ്ഥിതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവരെന്താ പറയുന്നത്? വെള്ളം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭൂഗർഭ വെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു കിണർ പോലും കുത്തില്ല. അപ്പൊ പിന്നെ എന്നാ എടുക്കും? പിന്നെ എടുക്കാനുള്ളത് ഞങ്ങൾ വെള്ളം കൊടുത്തോളാം. എവിടുന്ന്? AKG സെന്ററിലെ മറ്റേ പൈപ്പിൽ നിന്ന് വെള്ളം കൊടുക്കുമോ? അതോ പാലക്കാട് നിങ്ങളുടെ DC ഓഫീസിൽ നിന്ന് വെള്ളം കൊടുക്കുമോ? അല്ല, ഇവർ വെള്ളം കൊടുക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ പദ്ധതിയായിട്ടുള്ള ജലജീവൻ മിഷന്റെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത പദ്ധതിയിൽ നിന്നാണ്. എങ്ങനെയാണ് ജലജീവൻ മിഷന് പണം എത്തുന്നത്? ജലജീവൻ മിഷന് പണം എത്തുന്നത് ഒന്ന് കേന്ദ്ര വിഹിതമുണ്ട്, 2 സംസ്ഥാന വിഹിതമുണ്ട്. ഈ 2 വിഹിതവും എന്റെയും അനിൽ നമ്പ്യാറിന്റെ ടാക്സ് പണമാണ്. നമ്മുടെ ടാക്സ് പണം കൊണ്ട് ഉണ്ടാക്കുന്ന പദ്ധതി നമുക്ക് ഉപകരിക്കില്ല, മറിച്ച് ഒയാസിസ് വഴി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുള്ള എന്താണ് ഫണ്ട് പമ്പ് ചെയ്യാൻ വേണ്ടി വെള്ളം ഉണ്ടാക്കാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സർക്കാർ? ഈ പറയുന്നവരാരാ? പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി അടപ്പിച്ചവരാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ അവർക്ക് പ്രകൃതിയില്ല, പരിസ്ഥിതിയില്ല, ഒന്നുമില്ല, കാശുണ്ടാക്കിയാൽ മതി, അതും മദ്യത്തു നിന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കണ്ണൂരിൽ ഒരു പാവപ്പെട്ടവനെ കൊന്നിട്ട് അതിന്റെ സ്മാരകം ഉണ്ടാക്കി വെച്ചവന്മാരാണ്. അങ്ങ് കണ്ടതാണല്ലോ. ആ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ കഴിഞ്ഞ ദിവസം വെളിയിൽ വന്നു. ഇസ്മയിലാണെന്നാണ് ഞാൻ പേര് ഓർക്കുന്നത്. വെളിയിൽ വന്ന് പറഞ്ഞില്ലേ, എന്റെ മകനെ കൊന്നത് CPM ആണ്. അതേ സ്ഥലത്ത് LC ഓഫീസിന് അദ്ദേഹത്തിന്റെ കൊന്നവർ തന്നെ കൊല ചെയ്യപ്പെട്ട ആളെ രക്തസാക്ഷിയാക്കി അതിന്റെ പേര് ആ ഫലകത്തിൽ എഴുതി ചേർത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച എന്റെ വാദം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, ഇവരുടെ പോളിസി ചേഞ്ചിൽ, ഇവരുടെ നിലപാടില്ലായ്മയിൽ ഉളുപ്പില്ലാത്തവരാണ്. അങ്ങേക്ക് കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. എന്റെ നെഞ്ചത്തുകൂടി അല്ലാതെ കൊച്ചിയിൽ വിമാനം ഇറങ്ങില്ല എന്ന് പറഞ്ഞ് കുറുക്കെ കടന്ന് സമരം ചെയ്ത S ശർമ്മ, പണ്ടത്തെ DYFIയുടെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. അദ്ദേഹം ഇന്ന് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിന്റെ ബോർഡംഗമാണ്, സർക്കാരിന്റെ സ്പെഷ്യൽ പ്രതിനിധിയായി. അവിടെ പോയി മറ്റേ ബാറ്റ മേടിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഇവർ കാണിച്ചു കൂട്ടിയത്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ വരുന്ന സമയം വരെ എന്തൊക്കെ വൃത്തികേടാണ് കാണിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് ഈ സർക്കാർ കുടിവെള്ളത്തിൽ നഞ്ചു കലക്കുന്ന, ഒരു മിനിറ്റ് കൂടി, 10 സെക്കൻഡ് കൂടി, ഈ സർക്കാർ കുടിവെള്ളത്തിൽ നഞ്ചു കലക്കുന്ന സർക്കാരാണ്. MP രാജേഷ് മദ്യരാജാവാണ്. അദ്ദേഹത്തെ ഇനി ഒരു ഞൊടിയിട അനങ്ങാൻ, ഈ സംസ്ഥാനത്ത് ഈ അഴിമതി രാജാവിനെ ഞൊടിയിട അനങ്ങാൻ ഇവിടുത്തെ പ്രതിപക്ഷം അനുവദിക്കില്ല, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകരും അനുവദിക്കില്ല എന്നതിൽ സംശയം വേണ്ട. യുവരാജ് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രോത്സാഹിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്? അക്ഷരപതി അത് നടപ്പിലാക്കുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞ 2 വിഷയത്തിനാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടത്. ശ്രീ ഹരിദാസ് ജി വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞുവാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ക്ഷമിക്കണം, അങ്ങ് പറഞ്ഞതുപോലെ ഈ ടെൻഡറിൻ്റെ വിഷയം ഞാനല്ല സാർ പറഞ്ഞത്.
ആ വിഷയം പൊതുസമൂഹത്തോട് പറഞ്ഞത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് പറഞ്ഞത്. ഒരു ടെൻഡർ നടപടികൾ പോലും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിലേക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ന്യായമായിട്ട് തോന്നും. ഒരു പ്രൈവറ്റ് കമ്പനി അവർ വന്നിട്ട് അവരുടെ 24 ഏക്കർ സ്ഥലത്ത് അവരൊരു ഫേം തുടങ്ങുന്നതിനകത്ത് ആരാണ് ടെൻഡർ കൊടുക്കേണ്ടതെന്നൊക്കെ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വാദത്തിന് വേണ്ടിയിട്ട് വളരെ രസകരമായും വളരെ ലോജിക്കലായിട്ടും തോന്നും. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ, ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. 1996 ഞാൻ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയണം. 1996 AK ആൻ്റണി ഗവൺമെൻറ് ചാരായ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അത്തരത്തിലുള്ള കമ്പനികൾക്ക് മുഴുവൻ, ഇവിടെ ഈ മദ്യമായി റിലേറ്റ് ചെയ്തിരുന്ന കമ്പനികൾ മുഴുവനും വിദേശ മദ്യ നിർമ്മാണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ 1999 ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 3 കമ്പനികൾക്കോ മറ്റോ ആണ് ഇവിടെ ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരുന്നത്. അപ്പോൾ ഈ 3 കമ്പനികൾക്ക് പകരം 30, 40, 50 കമ്പനികൾ ഫ്ലഡ് ചെയ്തിട്ടുണ്ട് അന്ന് ഈ പറയുന്ന ലൈസൻസിന് വേണ്ടിയിട്ട്, ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കമ്പനികളുടെ ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് 1999 EK നയനാർ സർക്കാർ ഒരു 4 അംഗ ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ 4 അംഗ ഹൈ ലെവൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇനി കേരളത്തിൽ ഒരു മദ്യനിർമ്മാണശാല, ഒരു ബ്രൂവറി ഉണ്ടാകേണ്ട എന്ന് തീരുമാനമെടുത്തത്. അത് വെറുതെ എടുക്കുക മാത്രമായിരുന്നില്ല. കണ്ടത്ത് ഡിസ്റ്റിലേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി 1987 ബ്രൂവറിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലാതിരുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ഗവൺമെൻറ് നയം മാറ്റി എന്നുള്ളത് കൊണ്ടും 1999 മുതൽ അവർ കേസിന് പോവുകയും ഹൈക്കോടതിയിൽ ആ കേസ് അവർക്ക് അനുകൂലമായി വിധി വരികയും 2013 സുപ്രീം കോടതി വരെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, 3 ഗവൺമെൻറ്റും വാദിച്ചിട്ടുണ്ട് കേട്ടോ. AK ആൻ്റണി ഗവൺമെൻറ്റും അച്യുതാനന്ദൻ ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ഈ 3 ഗവൺമെൻറ്റും ഒരേ നിലപാടോടുകൂടി EK നയനാർ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പിന്തുടരണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുകയും 2013 കണ്ടത്ത് ഡിസ്റ്റിലേഴ്സിന് എതിരായിട്ട് ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതായത് കേരളത്തിൽ ഇനി ഒരു ബ്രൂവറി അനുവദിക്കേണ്ടതില്ല എന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വാദത്തിനെ അംഗീകരിച്ചുകൊണ്ട് വിധി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ജനുവരി 16 ഇത്തരത്തിലൊരു നിലപാട് കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് ലോകത്താരെയും അറിയിക്കാതെ ഈ പറയുന്ന ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വിളിച്ചിട്ട് മക്കളെ ബാ എന്ന് പറഞ്ഞ് പിൻവാതിലിലൂടെ കൊണ്ടുവന്ന് ലോകത്താരും അറിയാതെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും എന്താ സാർ ഈ കളി കാണാൻ വേണ്ടി നിൽക്കുന്നവരാണോ? ഇറങ്ങി കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവില്ലേ? അവർക്കും അറിയണ്ടേ എന്താണ് ഇതിനകത്ത് അവർക്കൊരവസരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നിങ്ങൾ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് കേരളത്തിൽ നിങ്ങളൊരു നിയമസഭയിൽ 1 വർഷം മുമ്പ് ഞങ്ങളൊരു പ്രസ്താവന നടത്തിയിരുന്നു, അതിനനുസരിച്ചിട്ട് 2025 ജനുവരി 16 പെട്ടെന്ന് ഞങ്ങൾ കൊടുക്കണം, അങ്ങനെ നടക്കുമോ? എവിടെയാണ് പറഞ്ഞിരുന്നത്? ഏതൊക്കെ കമ്പനികളുടെ അടുത്താണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ ഇത് ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നയം മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ലൈസൻസിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ? ഏത് പത്രത്തിലാണ് പരസ്യം കൊടുത്തത്? ഏത് ചാനലിലാണ് നിങ്ങൾ പരസ്യം കൊടുത്തത്? അറിയണ്ടേ? ഗവൺമെൻറ് എവിടെയാണ് അതിന് വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്തത് എവിടെയാണ്? ഒന്ന് കാണിച്ചു തരാമോ? ഇതെല്ലാം ചെയ്ത് ഈ നടപടിക്രമങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്നത് 100% വസ്തുതയാണ്. ഇവിടെ വളരെ സ്പഷ്ടമാണ് സാർ. ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും അവരുടെ ഈ പറയുന്ന മദ്യനിർമ്മാണത്തിൽ കേരളത്തിലുള്ള മൊണോപ്പോളി നിലനിർത്തുവാനും ഭീമമായ കൊള്ള ലാഭം ഏകപക്ഷീയമായിട്ട് അവർക്ക് ഉണ്ടാക്കുവാനും വേണ്ടിയിട്ട് അതിരഹസ്യമായിട്ട് പഞ്ചായത്ത് പോലും അറിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നയത്തിലേക്ക് പോയിരിക്കുന്നതാണെന്നും അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണെന്നുമുള്ള കാര്യം സ്പഷ്ടമാണ്. 1. 2, ഈ സാറേ എനിക്ക് പറയുന്നതിനകത്ത് വിഷമമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കേസൊക്കെ പറയുന്ന സമയത്തെ നമുക്ക് ഈ കേരളത്തിനെ നമ്മൾ തള്ളി പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഡേറ്റ് 11/9/2024 ഒരു RTI അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. RTI അപ്ലൈ ചെയ്തതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് കേന്ദ്രത്തോട് ചോദിക്കുന്നുണ്ട് റാങ്ക് ഒബ്റ്റൈൻഡ് ബൈ കേരള എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ 5 years എന്നാണ്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ കേരളമാണ് 1ാം സ്ഥാനത്ത് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടും വീണ്ടും RTI പോയിട്ടുണ്ട്. അങ്ങനെ ഒരു റാങ്കിങ്ങേ ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു റാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ്. പിന്നെ
എന്താണ് യൂസർ ഫീഡ്ബാക്ക് അനുസരിച്ച് സ്റ്റേറ്റുകളെ യൂണിയൻ ടെറിട്ടറികളെയും ടോപ്പ് അച്ചീവറും ഫാസ്റ്റ് മൂവേഴ്സ് ആസ്പിറേഴ്സ് എന്നും പറഞ്ഞ് 3 or 4 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു 3ാം ലെയറിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളെയാണ് അവിടെ നിൽക്കുന്നത്. ഈ കുഴപ്പങ്ങളെയൊക്കെ പരിഹരിക്കുന്ന സംസ്ഥാനങ്ങൾ, അതായത് ഏതാണ്ട് 30 ഇത് കൊടുത്തിരുന്നു, എന്താണ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിരുന്നു. അതിനകത്ത് 9 എണ്ണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് സാധിച്ചിരുന്നു. അതായത് ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്നവരിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറഞ്ഞതിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൽ 1ാം സ്ഥാനം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ എടുത്തും കൊണ്ട് ഗുജറാത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുമായിട്ട് ഞങ്ങൾ മത്സരിച്ച് ഞങ്ങൾ 1ാം സ്ഥാനം നേടി എന്നൊക്കെ പറയുന്നത് മായിട്ട് ഒരു മിസ്റ്റേക്കാണ്. ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ബഹുമാനം കാരണം. അങ്ങ് ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് ഇത്തരത്തിലുള്ളൊരു നുണപ്രചരണം നടത്തിയിട്ടുണ്ട്. ആ നുണപ്രചരണത്തിന് അന്ധമായി വിശ്വസിച്ച് അങ്ങ് വന്നിരുന്ന് ചാനലിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ RTI ഉൾപ്പെടെ ഇത്തരത്തിലൊരു റാങ്കിങ് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ലഭ്യമാണ്. അങ്ങേക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും സോഴ്സ് വഴി RTI അങ്ങേ എത്തിച്ചേരും. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് മദ്യക്കച്ചവടം തന്നെ ആണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന്? അല്ല, ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പാലക്കാട് പോലൊരു ഒരു ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം, 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്നൊരു ജില്ലയാണത്. അത്രയധികം ചൂടാണ്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാവരും അവിടെ പോവുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞ ഒരു പരാതി എന്ന് പറയുന്നത് കുടിവെള്ള ലഭ്യതയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കുടിവെള്ള ലഭ്യത ഇത്രയധികം രൂക്ഷമായി നിൽക്കുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരു മദ്യനിർമ്മാണശാലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യകത, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ എല്ലാ അടിസ്ഥാനപരമായ ആവശ്യകതയും ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം നമുക്കൊരു വികസനത്തിലേക്കോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനത്തിലേക്കോ കടക്കുക എന്ന് പറയുന്ന അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും അത്യാവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഈ പറയുന്ന മദ്യനിർമ്മാണ ഇത് കൊടുത്ത് മാത്രമേ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കൂ എന്നൊന്നുമില്ലല്ലോ. ഇത് അത്ര വലിയ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഭീകരമായി തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിൻ്റെ വികസന സാധ്യതകളെ വാനോളം എത്തിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് ഒന്നുമല്ലല്ലോ. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഏതോ ഒരു കമ്പനി വരുന്നു, അവർ തുടങ്ങുന്നു. പിന്നെ ഹരിദാസ് സാറ് പറഞ്ഞ കുമാരപിള്ള സാറിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ പറയാം. അദ്ദേഹം കുറച്ച് നാൾ കൂറ്റനാട് അപ്പം വിൽക്കാൻ നടക്കുകയായിരുന്നു. ആ അപ്പം വിൽക്കാൻ അദ്ദേഹം മറ്റേ സിൽവർ ലൈനിൽ കയറി പോകുന്നതിൻ്റെ കണക്കൊക്കെ ജനങ്ങൾ എടുത്തു വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ അപഹാസ്യനാകുന്നതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായി നിൽക്കുന്നത്, അതായത് കണക്ക് കൂട്ടാൻ പോലും അറിഞ്ഞുകൂടാത്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് പൊതുജനം ചോദിക്കുന്ന അവസ്ഥയെത്തിയിരുന്നു. ആ അദ്ദേഹമാണ് പുതിയ ഒരു കണക്കുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ്? ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ അവിടെ എന്താണ് റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തും. അതുവഴി അവർ ആ കമ്പനിയുടെ മുഴുവൻ അഡ്വക്കേസി അദ്ദേഹമൊക്കെ എടുത്തിരിക്കുകയാണെന്ന്. സാറേ, നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിക്ക് വേണ്ടി ഇത്രയധികം വാദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അവിടെ ആ വാട്ടർ അതോറിറ്റിയോട് പോലും അവർ പോയിട്ട് എന്താണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഓയിൽ കമ്പനിയാണെന്നുള്ള പേരിലൊക്കെയാണ് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. അവർ ട്രാൻസ്പെറൻ്റ് ആണ്, സുതാര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ പോയിട്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചർച്ച നടത്തിയാൽ പോരെ. ഏതെങ്കിലും ഓയിൽ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകുന്നതിനാണ് അപ്പം തന്നെ അറിയില്ല ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നുള്ള കാര്യം. ഈ ശുദ്ധ തട്ടിപ്പിന് MP രാജേഷിനെ പോലെ ഒരാൾ കൂട്ടുനിൽക്കുന്നു, മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കേരളത്തിൽ ഒരാൾക്കും ഒരു അത്ഭുതവും ഇല്ല. മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ മകൾക്ക് എത്ര കിട്ടി എന്ന് മാത്രമേ കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുകയുള്ളൂ. പക്ഷേ MP രാജേഷിനെ പോലെ പുറമേക്ക് വലിയ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ വലിയ സത്യസന്ധനാണ് എന്നൊക്കെ ഇമേജ് വെച്ച് പുലർത്തിയിരുന്ന ഒരാളുടെ മുഖം കൂടി അഴിഞ്ഞു വീഴുന്നതിനാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതികേട് കൊണ്ടാണ് MP രാജേഷ് കൂട്ടുന്നതാണ് പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു മുതിർന്ന എന്ത് ഗതികേട്? നമ്മൾ ഇതിനൊന്നും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എന്ത് ഗതികേട്? ഒരു ഗതികേടുമില്ല. അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്. അതിനെ എതിർക്കാനുള്ള വലിയ ഔന്നത്യത്തിലൊന്നും അല്ല ഇന്ന് പിണറായി വിജയനെ പോലെ ഒരാൾ നിൽക്കുന്നത്. കാരണം പാർട്ടിയുടെ കമ്മിറ്റികളും അതും എല്ലാം കഴിയുകയും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരെയൊക്കെ നിശ്ചിത വിമർശനങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്ത് MP രാജേഷിനെ പോലെ സ്പീക്കർ പദവിയിലിരുന്ന ഒരാളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം അടുത്ത തലമുറയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ബോൾഡായിട്ട് ഒരു ഡിസിഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഇതൊക്കെ വെറുതെ PR ടീമുകൾ പറഞ്ഞു വരുത്തുന്നതാണ്. അയ്യോ ഞങ്ങളുടെ MP രാജേഷ് അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിണറായി വിജയനെയും പറഞ്ഞുകൊണ്ടിരുന്നത്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞിരുന്നത് പിണറായി വിജയൻ വലിയ കുഴപ്പക്കാരനൊക്കെയാണ്, വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അദ്ദേഹം അഴിമതിക്കാരനൊന്നും അല്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് എന്തായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. MP രാജേഷിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതിന് മാത്രമാണ് ഇപ്പോൾ കേരള സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ശ്രീ ഹരിദാസ്, എന്തുകൊണ്ട് കുടിവെള്ളത്തിന് മുൻഗണന നൽകേണ്ട, കളറ് വെള്ളം മതി എന്നതിന് നമ്മുടെ ബലദേവ് സഖാവ് പറഞ്ഞ ന്യായീകരണങ്ങൾ താങ്കൾ കേട്ടല്ലോ, എന്ത് തോന്നുന്നു? എനിക്ക് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ പറ്റുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനല്ല ശ്രീ ബലദേവ്. കാരണം അദ്ദേഹം സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയും നമ്മളെപ്പോലുള്ളവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട്, അങ്ങ് ഇതിൽ ഈ ടെൻഡർ എന്നൊരു പറയുന്നൊരു വാക്കിൽ കയറി പിടിച്ചത് ശരിയായില്ല. കാരണം ടെൻഡർ എന്നുള്ളത് കേവലം ആ ഒരു വാക്ക് മാത്രമാണ്. അതിനപ്പുറം ഒരു സർക്കാരിന് ചെയ്യാനുള്ള മര്യാദയുണ്ട്. ഇപ്പോൾ ദുരൂഹത, ഇപ്പോൾ ഇതുവരെയ്ക്ക് എനിക്കില്ലാത്ത ദുരൂഹതയാണ്. വളരെയധികം നമ്മൾ പറയില്ലേ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് പാലക്കാട് എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 24 ഏക്കർ ഭൂമി വാങ്ങിയിടാൻ ഒയാസിസിന് നൽകിയ പ്രേരണ എന്താണ്? കാരണം താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഞാൻ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷനിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ നിന്നും വരുന്ന സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് വിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കെ ഞാൻ ആ ബാംഗ്ലൂർ സ്ഥാപനം നടത്തുന്ന മലയാളിയോട് പറഞ്ഞു, നിങ്ങൾക്കൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങിക്കൂടെ, ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, എല്ലാ സ്ഥലം എടുത്തു തരാൻ, സാധനങ്ങളൊക്കെ എടുത്തു തരാം. എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഞാനും എൻ്റെ കുടുംബം മനസ്സമാധാനത്തോടുകൂടി കഴിയുന്നത് ഹരിദാസിന് വലിയ കണ്ണുകടിയാണല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, കേരളത്തിൽ വന്നിട്ട് ഒരു ചെറിയ വ്യവസായമായാലും ഒരു സംരംഭമായാലും തുടങ്ങിയിട്ട് പിഴയ്ക്കാൻ പറ്റുന്നുള്ള ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വ്യവസ്ഥിതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണോ ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇത്തരത്തിൽ പേരുദോഷമുള്ള ഒരു സംസ്ഥാനത്ത് യാതൊരു മടിയും കൂടാതെ 24 ഏക്കർ ഭൂമി മുൻകൂട്ടി വാങ്ങിയിടാനുണ്ടായിട്ടുള്ള ആ ചേതോ വികാരത്തെ കുറിച്ചിട്ട് അങ്ങ് ഒന്ന് പറയണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, എന്തോ ആവട്ടെ, അത് 24 ഏക്കർ ഭൂമി മേടിച്ചു. സർ, 316 കോടി രൂപയാണ് സാർ ഈ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറിയിട്ട് നാളിതുവരെ പരസ്യത്തിനായിട്ട് ചെലവാക്കിയിരിക്കുന്നത്. പരസ്യത്തിനായിട്ട് ഈ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവരൊക്കെ പറഞ്ഞ സ്ഥലത്ത് 316 കോടിയോ 18 കോടിയോ കൃത്യമായിട്ട് എനിക്കറിയില്ല, 320 കോടിക്കുള്ളിൽ സാർ ഒരു പത്രപരസ്യം കൊടുത്തുകൂടെ സാർ? ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്രൂവറി തുടങ്ങാൻ പോവുകയാണ്, ഞങ്ങളുടെ മദ്യനയം ഞങ്ങൾ മാറ്റുകയാണ്, ഞങ്ങൾ ഈ KPSC ലളിതയും ഇന്നസെൻറ്റിനെയും വെച്ച് പറഞ്ഞതെല്ലാം പിൻവലിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ബ്രൂവറി തുടങ്ങാൻ പോകുന്നു, അതിന് താല്പര്യമുള്ളവരിൽ നിന്നും താല്പര്യ ക്ഷണപത്രം ക്ഷണിക്കുന്നു. കൊടുക്കൽ ഒയാസിസിനായിക്കോട്ടെ, കാരണം 24 ഏക്കർ ഭൂമി വാങ്ങുമ്പോൾ തന്നെ കൃത്യമായ കമ്മീഷൻ പറഞ്ഞിട്ട് വ്യവസ്ഥിതിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ബോധിപ്പിക്കാൻ, നികുതിദായകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു താല്പര്യപത്രം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി കൊടുക്കാൻ എന്താണ് സാർ ഇത്ര മടി? അതും ആരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല. അതിനാണ് ഞാൻ 320 കോടി രൂപയുടെ കണക്ക് പറഞ്ഞത്. അപ്പോൾ 320 കോടി രൂപയുടെ പരസ്യം കൊടുത്തിട്ട് 4.25 വർഷം കൊണ്ട് ഒരു സർക്കാർ നിലനിൽക്കുന്നുവെങ്കിൽ ഇത്തരം ഒരു സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കാമായിരുന്നു. താല്പര്യമുള്ളവരിൽ നിന്നും ഇങ്ങനെ ഞങ്ങളിത് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ഒരു ടെൻഡർ എന്ന വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പറയരുത്. അതുകൊണ്ട് ഇത് 24 ഏക്കർ ഭൂമിയുള്ള ഒരാൾക്കാർ ഏകവാതിൽ ഏകജാലക സംവിധാനം വഴി, സാർ അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ സാർ, എന്താണ് സാർ ഇവിടെ ഈ കഴിഞ്ഞ 100 മാസം കൊണ്ട് ഏകജാലക സംവിധാനം വഴി കൊണ്ടുവന്നിട്ടുള്ള ഫാക്ടറികളുടെ എണ്ണം ഒന്ന് താങ്കൾ പറയൂ സാർ. സാർ ആരാണ് സാർ ഇവിടെ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് കേരളത്തിൽ? ആരും വരില്ല സാർ. ഇതൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് നമ്മൾ മാസാമാസം വിളിച്ചു പറയുന്നുണ്ട്. ഒന്നും വേണ്ട, തിരുവനന്തപുരത്ത് ഒരു പന്തലിറക്കാൻ 35,000 രൂപയുടെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് 55,000 രൂപ ഇറക്കുകൂലി ചോദിച്ചിട്ട് മന്ത്രി നേരിട്ട് വന്നിട്ട് വേണ്ടി വന്നു ആ പ്രശ്നം പരിഹരിക്കാൻ. ആരാണ് സാർ കേരളത്തിൽ വരിക? ഇവിടെ ചർച്ചയിലെ മറ്റേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ നെഞ്ചത്തുകൂടെയാണ് ഇവിടെ ഈ വിമാനത്താവളത്തിൽ വിമാനമിറക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് എന്താ ചെയ്യണത്? അവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് ഇരിക്കുകയാണ്. പൂങ്കുന്നത്ത്
ഒരു ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി കരുണാകരൻ തയ്യാറായപ്പോൾ അതിനെ എതിർത്തവരാണ് ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കണം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനായാലും കേരളത്തിൽ വരാവുന്ന ഗെയിലായാലും എല്ലാറ്റിനെയും എതിർത്തൊരു പാരമ്പര്യമുള്ള ഇവിടെ ഏകജാലക സംവിധാനം വഴി ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഒരു അപ്ലിക്കേഷൻ വെച്ചു, അതിന് ഭരണാനുമതി നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വിഴുങ്ങാവുന്ന ഒരു സംഗതിയാണോ സാർ? ഇവിടെ ചർച്ചയിൽ യുവരാജാണെന്ന് തോന്നുന്നു പറഞ്ഞു, എല്ലാ സംഗതികളും നടത്തിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റില്ല. ശ്രീ യുവരാജ്, എല്ലാ സംഗതി നടത്തണമെന്ന് ആരാണ് പറയുന്നത്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എന്ന് പെട്ടെന്ന് പറയുന്നില്ലെങ്കിലും ജീവജലം എന്നല്ലേ പറയുക. മനുഷ്യന് നിലനിൽക്കാൻ ജീവജലം അത്യാവശ്യമാണ്. ആ ജീവജലത്തിന് വാട്ടർ അതോറിറ്റി നൽകുന്ന ജീവജലത്തിന് പൈസ വർദ്ധിപ്പിച്ച സർക്കാരാണിവർ. അപ്പോൾ എല്ലാം ശരിയായിട്ട് വേണ്ട ഈ ബ്രൂവറി തുടങ്ങാൻ. ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരുവിധ സംവിധാനങ്ങളും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ? ശ്രീ അനിൽ നമ്പ്യാർ, അങ്ങ് പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം, ഈ ഫെബ്രുവരി 1-ാം തീയതി മുതൽ റേഷൻ കട പൂട്ടിയിട്ടുകൊണ്ട് സമരം ചെയ്യാൻ പോവുകയാണ്. എന്താണ് കാര്യം? 102 കോടി രൂപയാണ് അവർക്ക് കമ്മീഷൻ കൊടുക്കാനുള്ളത്. റേഷൻ വിതരണം കൃത്യമായി ചെയ്ത റേഷൻ വ്യാപാരികൾക്ക് 102 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് മാത്രമല്ല, റേഷൻ വ്യാപാരികളുടെ കാലാനുസൃതമായിട്ടുള്ള കരാർ വർധനവുകൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അവർക്ക് 1-ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുത്തിട്ടുള്ള കിറ്റിൻ്റെ കമ്മീഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റേഷൻ അരിയുടെ വിതരണം നിൽക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ബ്രൂവറി തുടങ്ങലാണോ എൻ്റെ ബലദേവ് സാർ? എനിക്ക് അങ്ങയോട് ചോദിക്കേണ്ട, അങ്ങല്ല ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതാണോ സാർ പ്രയോറിറ്റി? പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഇരുത്തി ചിരിപ്പിച്ചത്. ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ഇവിടെ കർഷകരുണ്ടാക്കുന്ന കപ്പ, ഇവിടെ കർഷകരുണ്ടാക്കുന്ന പപ്പക്കായ, ഇവിടെ കർഷകരുണ്ടാക്കുന്ന പൈനാപ്പിള്, ഇവിടെ പറങ്കിമാങ്ങ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സാർ നെല്ല് ഉൽപ്പാദിപ്പിച്ചോളൂ, ഞങ്ങൾ പൈസ തന്ന് ഈ സർക്കാർ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലെ ഒരു വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സംസ്ഥാനത്താണോ സാർ പറങ്കി മാങ്ങയും കപ്പയും വാങ്ങിയിട്ട് ബ്രൂവറിയിലൂടെ സമ്പാദ്യമുണ്ടാക്കിക്കൊണ്ട് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ പോകുന്നത്? സാർ, എന്ത് കാര്യമാണ് സാർ ഈ 100 മാസത്തിനുള്ളിൽ ഈ സർക്കാർ നല്ലതായിട്ട് ചെയ്തിരിക്കുന്നത്? ഈ ബ്രൂവറി പോലുള്ള ഒരു സംഭവം കേരളത്തിന് അത്യാവശ്യമാണെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്ന MK ഹരിദാസിനെ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ ബ്രൂവറി ഇല്ലാതെയും ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ സർക്കാരിനായിട്ടില്ല. ഈ സർക്കാർ എന്ന് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള സർക്കാരിനാവാത്ത ഒരു സാഹചര്യത്തിൽ ഈ ബ്രൂവറി ഒയാസിസ് കമ്പനി വഴി കേരളത്തിലേക്ക് വന്നുകൊണ്ട് നാളെ മഴവെള്ളം സംഭരിച്ച് അങ്ങ് പറഞ്ഞു 5 വർഷം ഈ അബ്കാരി എന്തോ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സാർ, മഴവെള്ളം ഒന്നും ഒരു വീടിന് ആവശ്യമുള്ള ഒരാഴ്ചത്തെ മഴവെള്ളം സംഭരിക്കാൻ പോലും ഈ കേരളത്തിൽ സാധിക്കാത്ത വിധത്തിലുള്ള ക്ഷേമനിധി ബോർഡ്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം സാർ, ഈ വരാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റിയിട്ട് പത്രങ്ങൾ എടുത്തു നിർത്തിയാലും നമ്മൾ വിവരമുള്ളവരും കൂടി പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മകരമാസത്തിൽ നമുക്ക് AC ഇടാതെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ വന്നിട്ടുള്ള ഈ കേരളത്തിൽ നാളെ ഇവിടെ വരാൻ പോകുന്ന ബ്രൂവറി മഴവെള്ള സംഭരണിയിൽ നിന്നും എടുക്കുന്ന വെള്ളം കൊണ്ടാണ് അവിടെ ചാരായം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ആ ചാരായം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വാഹനങ്ങളിലെ നമ്മൾ വാങ്ങുന്ന പെട്രോളിൻ്റെ വില നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേകുന്ന മിഥനോളിൻ്റെ എന്തിൻ്റെയോ കാര്യം പറഞ്ഞു, എനിക്ക് അത്രയൊന്നും ആ കാര്യത്തിൽ വിവരമില്ല, ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2016 മുതൽ 17 വരെ പിണറായി വിജയൻ്റെ വാക്കുകളെ വേദവാക്യം പോലെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞതുമാതിരി തന്നെ എൻ്റെ പേര് പറഞ്ഞു വരുന്ന അവതാരങ്ങളെ നിങ്ങൾ അങ്ങനെ ഒരു അവതാരങ്ങളും വരില്ല എന്ന് പറഞ്ഞിട്ട് അവതാരങ്ങളുടെ കളിയാണ് കേരളത്തിൽ. പോട്ടെ, വിഷയം അതല്ല. അപ്പോൾ കേരളത്തിലെ കർഷകർക്ക് ഉപകാരപ്രദമാണ് ഈ വരാൻ പോകുന്ന ബ്രൂവറി. മഴവെള്ളം കൊണ്ടാണ് ഇവിടെ ആ ബ്രൂവറിയിൽ ഉൽപ്പാദനം നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പറ്റിക്കാൻ പറ്റില്ല സാർ. കാരണം താങ്കൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നയംമാറ്റം എല്ലാ കാലഘട്ടങ്ങളിലും വേണം. ഈ നയംമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ശർമ്മ ഇപ്പോൾ ഡയറക്ടർ ബോർഡിൽ അംഗമായിരിക്കുന്നതെങ്കിൽ
ഇവിടുത്തെ ഈ നയമാറ്റത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ നമ്മൾ പറയുന്ന AI ക്യാമറ ഈ നിശ്ചലമായി പോയതെങ്കിൽ, ഇവിടുത്തെ നയമാറ്റത്തിൻ്റെ പേരിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി KPS ലളിതയെ കൊണ്ടും അതുപോലെ തന്നെ ഇന്നസെന്റിനെ കൊണ്ടും നുണ പറയിച്ചത് എങ്കിൽ, ഇനി നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് സർ വിശ്വസിക്കുക? എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് മുൻപോട്ട് പോകുക? അപ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബ്രൂവറി തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. മദ്യോപയോഗം കൂട്ടണം, ലോട്ടറി വിൽക്കണം, മദ്യോപയോഗം കൂട്ടണം. രാവിലെയും വൈകുന്നേരവും ഈ ഒറ്റ ചിന്തയിൽ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരെ ഒന്നറിയുക, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. കുറേ കാലം കുറേ പേരെ പറ്റിക്കാമെന്ന് അല്ലാതെ സ്ഥിരമായ ഇത്തരമൊരു നിലനിൽപ്പുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം ദയവ് ചെയ്ത് മനസ്സിലാക്കാനാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കേരളം കണി കണ്ടു ഉണരുന്ന നന്മ എന്നാണല്ലോ ഇപ്പം മിൽമയുടെ പരസ്യവാക്യം, അങ്ങനെയാണല്ലോ. അതിപ്പം എന്തായാലും ഈ സർക്കാർ മാറ്റുന്നതാണ് തോന്നുന്നത്, അത് നയമാറ്റത്തിൻ്റെ ഭാഗമായിട്ട്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നടപടിക്രമങ്ങൾ സുതാര്യമായിരുന്നോ? നിരവധി ചോദ്യങ്ങൾ വസന്ത് അതുപോലെ യുവരാജ്, MK ഹരിദാസ് ഉന്നയിച്ചു. 26 ഏക്കർ ഭൂമി വാങ്ങിയത് തൊട്ട് ഇങ്ങോട്ട് ഉള്ള നടപടിക്രമങ്ങൾ സുതാര്യമായിരുന്നോ? ഇവിടെ 2-3 കാര്യങ്ങൾ വന്നു. ഒന്ന്, മിച്ചഭൂമിയെ കുറിച്ച് പറഞ്ഞു. ആ കേരള ലാൻഡ് റിഫോംസ് ആക്ടിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യവസായത്തിനും അതുപോലെ തോട്ടം, ഇതിന് പരിധിയില്ല, എത്ര ഏക്കർ വേണമെങ്കിലും കയ്യിൽ വെക്കാം. പിന്നെ SNC ലെവലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. ഈ SNC ലെവലിന്റെ അന്വേഷണം നടക്കുന്ന സമയത്തൊക്കെ 2013 നവംബർ, ആ സംഭവം നടക്കും 95-ലാണ്. അതിനുശേഷം 2001, 2006 കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നത്. ആ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് കേരള ഹൈക്കോടതി വിധി വരികയും CBI കോടതി വിധി വരികയും പിണറായി വിജയനെ വെറുതെ വിട്ടത്. അതിനുശേഷം ആ കേസ് CBI കൊടുത്തു. ആ CBIയുടെ അന്വേഷണം നടക്കുന്നത് എപ്പോഴാണ്? 2013. കേരളം ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്സുകാർ. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാർ. ആ 2013 അന്വേഷണം വരികയും അത് CBI കോർട്ട് അദ്ദേഹത്തിനെ അക്യൂട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി അദ്ദേഹത്തെ അക്യൂട്ട് ചെയ്തു. അങ്ങനെ ആദ്യത്തെ ട്രയൽ കോടതിയും ഹൈക്കോടതിയും എല്ലാം അക്യൂട്ട് ചെയ്ത് അത് കോൺഗ്രസ് ആണെന്ന് കൂടുതൽ സഭയുടെ ഭരിച്ചിരുന്നത്. കേന്ദ്രവും ഭരിച്ചു. അതേ CBI നിയോഗിച്ചിരുന്ന, ഇപ്പോൾ നിങ്ങൾ അടച്ച തത്തയെന്ന് പറയുന്ന CBI അന്വേഷിച്ചാണ് പിണറായി വിജയനെ വിട്ടത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നതെന്ന് ഓർക്കണം കോൺഗ്രസിന്റെ പ്രതി. അങ്ങനെ ഹൈക്കോടതി വെറുതെ വിട്ട കേസാണ് ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നത്. അത് SNC ലെവലിൽ അവിടെ നിൽക്കട്ടെ. മൂന്നാമതായിട്ട് ബാറിന്റെ കാര്യം പറഞ്ഞു. 2005 കേന്ദ്ര ഗവൺമെന്റ്, ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടെ ചേർന്ന് 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ പുതിയ ബാറുകൾ കൊടുക്കാവുന്നതും കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അതുമായിട്ട് ചർച്ച കൊണ്ടുവന്നു. ഇപ്പോൾ കേരളത്തിൽ അത് 3 സ്റ്റാർ ഹോട്ടലിൽ വളരെ 40-ൽ താഴെ ബാറുകളാണ് 3 സ്റ്റാർ 5 സ്റ്റാർ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാത്തിനും ലൈസൻസ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചു. അന്ന് ഉമ്മൻചാണ്ടി സുധീരനുമായിട്ടുള്ള തർക്കവും മാണി സാറുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രതിക്ക് അറിഞ്ഞുകൂടാമെങ്കിലും അനിൽ നമ്പ്യാർക്കും MK ഹരിദാസിനും ഒക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ. അങ്ങനെ ആ തർക്കമാണ് മൊത്തം ബാറുകളും ക്യാൻസൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. 3 സ്റ്റാർ 5 സ്റ്റാർ ഒഴിച്ചു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് 3 സ്റ്റാർ 5 സ്റ്റാറുകൾ അപ്ലൈ ചെയ്താൽ ലൈസൻസ് കൊടുക്കും എന്ന് 2005 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 2006 പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് 2006 ശേഷമാണ് ഈ സ്റ്റാർ ഹോട്ടലുകളൊക്കെ പണിഞ്ഞതും വീണ്ടും അത് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാനിത് പറഞ്ഞത് 2006, 2015 ആ സംഭവം നടന്നത്. 2016 വീണ്ടും ഇങ്ങനെ വരുന്നത്. അപ്പൊ 2011-16 ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഒരു സ്റ്റാർ ഹോട്ടൽ പണിഞ്ഞതും 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്തുള്ള തീരുമാനമാണ് 2015. പിന്നെ ഇവിടെ വീണ്ടും ശ്രീ MK ഹരിദാസ് ഒക്കെ പറഞ്ഞൊരു കാര്യം, പരസ്യം. ഈ ജനം ചാനൽ വർക്ക് ചെയ്യുന്നത് കേരള ഗവൺമെന്റ് പരസ്യം വല്ലതും വിളിച്ചത് അല്ല. ജനം എന്ന് പറയുന്ന ഒരു വാർത്താ വിതരണ ചാനല് അവർ സ്വന്തമായിട്ട് സ്ഥലം കെട്ടി. അതിന് പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് അംഗീകാരം കൊടുക്കണം, ലൈസൻസ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളായാലും സ്വകാര്യ സംരംഭങ്ങളായാലും സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, കേന്ദ്രം വേണം, സംസ്ഥാന ഗവൺമെന്റ് വേണം അംഗീകാരം. കേന്ദ്ര ഗവൺമെന്റ് മാത്രം പോരാ. കേന്ദ്ര ഗവൺമെന്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം. ഇപ്പൊ നിങ്ങൾ അവിടെ പണിന്റെ കെട്ടിടത്തിനകത്ത് പഞ്ചായത്തിന്റെ കോർപ്പറേഷൻ അനുമതി വേണ്ടേ? എല്ലാത്തിന്റെയും വേണം. ആ കെട്ടിടങ്ങൾ പാരിസ്ഥിതികമാണോ ഫയർഫോഴ്സിന്റെ അനുവാദം വേണ്ടേ? ഇതെല്ലാം വേണം. അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്രോഡ്കാസ്റ്റിംഗിനാണ് നിങ്ങൾക്ക് തരുന്ന അനുവാദം. ബാക്കി കെട്ടിടം പണിയുന്നതിനും മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അനുവാദം കേരളത്തിൽ വേണം. അപ്പൊ ഈ അനുവാദം കൊടുക്കുന്നത് സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് അല്ല, വാടക അല്ല, വാടകയായാലും അനുവാദം വേണമല്ലോ. ബ്രോഡ്കാസ്റ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗിന്റെയും ഒരു കെട്ടിടം ഞാൻ വാടകയ്ക്ക് എടുത്ത് മതി, ലൈസൻസ് വേണമെന്നേ. ആ ലൈസൻസിന് ടെൻഡർ വിളിക്കേണ്ട, പരസ്യം വേണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഏതൊരു സ്ഥാപനത്തിനും ലൈസൻസ് കൊടുക്കുന്നത് അതുപോലെയാണോ? തീർച്ചയായിട്ടും ബ്രൂവറി എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ നടത്തുന്ന ഒരു വ്യവസായമാണ്.
ആ വ്യവസായം നടത്തുന്നതിന് ഗവൺമെന്റിന്റെ ലൈസൻസ് മാത്രം മതി. അവിടെ ടെൻഡർ വേണ്ട, പത്രം പരസ്യം കൊടുക്കുക, ഒന്നും ഇങ്ങനെ വേണ്ട. ബ്രൂവറി തുടങ്ങാൻ പോന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ താല്പര്യപത്രമെങ്കിലും ക്ഷണിക്കണ്ടേ സാർ? വേണ്ട, എന്തിന് ഒരാളൊരു വ്യവസായം എല്ലാം രഹസ്യമായിട്ട് അങ്ങ് ചെയ്താ പോരെ? വ്യവസായം തുടങ്ങുന്നതിന് രഹസ്യമായിട്ട് ചെയ്താ പോരെ? ഞാൻ പറയട്ടെ, താല്പര്യപത്രം ക്ഷണിക്കുന്നതൊക്കെ എപ്പോഴാണ്? ഗവൺമെന്റിന്റെ പണം കൊണ്ട് ഒരു വ്യവസായം തുടങ്ങുന്നു, ഗവൺമെന്റ് ഒരു റോഡ് പണിയുന്നു, 10 ലക്ഷം ടെൻഡർ വെക്കുന്നു, അപ്പോഴാണ് ടെൻഡർ ക്ഷണിക്കുന്നത്. ഗവൺമെന്റ് പണം കൊണ്ടാണോ? ഡിസ്റ്റിലറീസിനെതിരായിട്ട് എന്തിനാ സാർ നമ്മൾ സുപ്രീം കോടതി വരെ കേസ് ഫൈറ്റ് ചെയ്തത്? ഗവൺമെന്റിന്റെ അല്ല സാർ, 99-ല് 4 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇനി ബ്രൂവറി അനുവദിക്കുന്നില്ല തീരുമാനം എടുക്കുമ്പോൾ നമുക്കിത് അറിയില്ലായിരുന്നു. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ ഗോകുലെ, എന്താണ് ഗവൺമെന്റ് 2022-23 23-24 ഗവൺമെന്റിന്റെ പോളിസിയിൽ വ്യക്തമാക്കി. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു, മദ്യവർജനൊക്കെ പറഞ്ഞിരുന്നു, പുതിയ ബ്രൂവറി കൊടുക്കത്തില്ല തീരുമാനിച്ചു. പക്ഷേ പറഞ്ഞു പോയതിന്റെ പേരില് ഒരു വരിയല്ല, അങ്ങനെ പറയരുത്, അബദ്ധം പറയരുത്. ഗവൺമെന്റ് സഭയിൽ അവതരിപ്പിക്കുന്ന പോളിസി മാത്രം ഒരു വരിയാണോ? പോളിസിയായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ആ ഗവൺമെന്റിന്റെ അബ്കാരി പോളിസിയിലാണ് പറഞ്ഞത് 2022-23. ആ പോളിസിയിൽ പറഞ്ഞ പത്രങ്ങളിൽ അവതരിപ്പിച്ചതിന് ശേഷം ഒരു കമ്പനി ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? ഇല്ല, അപ്ലൈ ചെയ്യണമെന്നില്ലല്ലോ. അത് ഗവൺമെന്റ് നിർബന്ധിക്കണമെന്നുണ്ട്, അപ്ലൈ ചെയ്യണമെന്നില്ലല്ലോ. ശരി, നയം മാറ്റം ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നോ? ഞാൻ പറയട്ടെ, ഗവൺമെന്റിന്റെ പോളിസി മാറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെല്ലാം വലിയ വാർത്ത വന്നെയാണ്, എടുത്തു വെച്ച് നോക്കണം. വലിയ വാർത്ത വന്നെയാണ്. ഗവൺമെന്റ് സ്വകാര്യ വ്യക്തികൾക്ക് ബ്രൂവറി തുടങ്ങാനായിട്ട്, സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഗവൺമെന്റ് അബ്കാരി ചെയ്തു. കമ്പനി മാത്രമേ, ഒയാസിസ് മാത്രമേ വന്നുള്ളൂ. അല്ല, ആർക്ക് വേണമെങ്കിലും പറയാലോ. നിങ്ങൾ ആളെ നിങ്ങൾ അപേക്ഷ കൊടുത്തോ? നിങ്ങൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തോ? ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തോ? നിങ്ങൾ അപേക്ഷ കൊടുത്തോ? തീരുമാനം എന്ന് പറയുന്നതിനൊരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടാവണ്ടേ? ഒഫീഷ്യേറ്റ് ചെയ്യണ്ടേ ഈ കാര്യം? ഒന്ന് ഏത് ഡേറ്റിലാണ് വന്നിരിക്കുന്നത്? നയപ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു ഓർഡർ വേണ്ട. എന്താ ഗോലി പറയുന്നത്? നയപ്രഖ്യാപനം എന്തോ ഓർഡർ. നയപ്രഖ്യാപനം ഗവൺമെന്റ് ഒരു പോളിസി മാറ്റം പ്രഖ്യാപിക്കുമ്പോൾ പറയട്ടെ, അല്ലല്ല, നയങ്ങളും ഉണ്ടാവും. ഇപ്പോ എന്താണ് വിദ്യാഭ്യാസ നയം നമ്മൾ ഇങ്ങനെ ആക്കാൻ പോവുകയാണ്. നയപ്രഖ്യാപനമൊക്കെ നിയമസഭയ്ക്ക് ഇഷ്ടംപോലെ നടത്താതെ ഇതിനൊരു ഒന്നുപോലെ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പോളിസി മാറ്റം ചേഞ്ച് ചെയ്യും. കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, പോളിസി മാറ്റങ്ങളിൽ മറ്റുള്ള വ്യക്തികൾ ഇടപാട്. കോടതികൾ പോലും പറയും ഓരോ ഗവൺമെന്റിന് ആനുകാലികമായിട്ട് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി മാറ്റങ്ങൾക്കകത്ത് അതിന്റെ ഭരണഘടനയിൽ ഒതുക്കി നിൽക്കുന്ന പോളിസി മാറ്റങ്ങൾക്ക് ഇടപെടാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടിരുന്നില്ലേ പോളിസി മാറ്റുകൾ? അത് നയപ്രഖ്യാപനത്തിൽ വരുന്നതാണ്. അതിന് ഓർഡറിൽ എന്താ പറയുന്നത്? നയപ്രഖ്യാപനം എവിടെ നിൽക്കുന്നു, ഓർഡർ എവിടെ നിൽക്കുന്നു? അപ്പൊ അത് ഓർഡർ ഗവൺമെന്റിന്റെ ഉത്തരവുകൾ ഓരോ കാര്യങ്ങൾ ഇറങ്ങുന്നതല്ലേ. അപ്പൊ ആ പോളിസി മാറ്റങ്ങളായിട്ടാണ് ഗവൺമെന്റ് രഹസ്യമായിട്ടല്ലേ ചോദിക്കുന്നത്. പോളിസി മാറ്റം ഗവൺമെന്റ് 2 പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രൂവറികൾ തുടങ്ങുന്നു, വലിയ വാർത്തകളൊക്കെ വന്നതാണ് പത്രങ്ങളിലെല്ലാം. മനോരമ ഉൾപ്പെടെയുള്ള, മനോരമയ്ക്കകത്ത് ഒരു പേജ് കംപ്ലീറ്റ് വാർത്ത വന്നതാണ് ഏതൊക്കെ രീതിയിൽ ബ്രൂവർ തുടങ്ങുന്നു. അന്നും ഈ കപ്പക്കാരിയും കടച്ചക്കാരിയും ഒക്കെ അന്നും ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ അല്ല, ഇത് പുതിയതായിട്ട് രഹസ്യമായിട്ട് വെച്ച് ചെയ്തതല്ല. പത്രങ്ങളിൽ വരുന്ന വാർത്ത ഞങ്ങൾ രഹസ്യമായിട്ട് വെച്ചു. മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിലുള്ള സമീപനം തന്നെയായിരുന്നോ സ്വീകരിച്ചിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആ പോളിസി മാറ്റിയില്ലേ? അല്ല, സച്ചിദാനന്ദൻ, നിങ്ങൾ ഈ വിഷയത്തിൽ ഇത്രയും ദിവസവും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിന് മുമ്പ് വേറെ കമ്പനികൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണോ? ഇനി ഏതെങ്കിലും കമ്പനികൾ നാളെ വന്നിട്ട് അപ്ലൈ ചെയ്തു തയ്യാറായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊടുത്തോട്ടെ, അപ്പൊ പരിശോധിക്കാമല്ലോ. പുതിയ കമ്പനികൾക്ക് അപേക്ഷ മറ്റൊരു നുണയായിട്ട് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യമായിട്ട് വരും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രൂവറിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ കമ്പനിയെ വന്നുള്ളൂ എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഞങ്ങൾ ലിസ്റ്റ് ചെയ്തല്ല, കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. വന്ന് പ്രോജക്ട് തുടങ്ങാൻ പറ്റൂല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഇത്രയും രഹസ്യാത്മകമായിട്ട് കൊണ്ടുപോകുന്നതിന്റെ പുറകില് എന്താ മനസ്സിലാവുന്നില്ല കേട്ടോ ശ്രീ ബൽദേവ് സച്ചാൻ. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എനിക്കറിയില്ല. ഇത് ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുന്നതിന് ആര് വഴിയാ വരുന്നത്? എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നത്? അവരൊരു കമ്പനി രജിസ്റ്റർ, ഒരു കമ്പനി ഒരാൾ ഏത് വർഷത്തിലാണ് സ്ഥലം മേടിച്ചിരിക്കുന്നത്?
ഞാൻ പറയട്ടെ, ഒരു ഗവൺമെന്റ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് ഒരു പ്രോജക്റ്റിന് ഗവൺമെന്റ് അപേക്ഷ കൊടുക്കുന്നു, ഗവൺമെന്റ് അത് പരിശോധിക്കുന്നു, അതിന്റെ പ്രാഥമിക ലൈസൻസ് കൊടുക്കുന്നു. അതിന് ആര് വഴി എന്തിനാ ശുപാർശ? നാളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചാനൽ തുടങ്ങുന്നു, ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു, ഞാൻ എനിക്ക് ലൈസൻസ് തരണം. അതുപോലെ എല്ലാ വ്യവസായം എല്ലാം ഒന്ന് തന്നെ, പ്രൊസീജിയർ എല്ലാം ഗവൺമെന്റ് നയം മാറ്റാൻ പോകുന്നു എന്ന് ജനൻ ടിവിയുടെ ചാനൽ വേണ്ടെന്ന് പിണറായി വിജയന് പറയാൻ പറ്റുമോ? ഞാനെന്ത് ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ ആദ്യം ഒരു ചാനലേ ഉള്ളായിരുന്നു, ദൂരദർശൻ. അന്ന് സ്വകാര്യ ചാനൽ കേന്ദ്ര ഗവൺമെന്റ് നയമായിരുന്നു, സ്വകാര്യ ചാനലുകൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് അനുമതി കൊടുക്കത്തില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് നയമായിരുന്നു. ടെലിഫോൺ കൊടുക്കത്തില്ല, കേന്ദ്ര ഗവൺമെന്റ് നയമായിരുന്നു. ടെലിഫോൺ കൊടുക്കത്തില്ലായിരുന്നു, ആ നയമെല്ലാം കേന്ദ്രം മാറ്റിയില്ലേ? ഇപ്പോൾ ടെലിഫോൺ ഏറ്റവും കൂടുതൽ BSNL-നെക്കാളും കൂടെ ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് സാർ. ഇത് ഞാൻ പറയട്ടെ പോലെ, അപ്പൊ കേന്ദ്രത്തിൽ വരുന്ന ചാനലൊക്കെ ചാനലെല്ലാം BJP ചാനലല്ലേ വരുന്നത്. കേന്ദ്രത്തിൽ 9 മണി കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് തീരുമ്പം ഹിന്ദി വാർത്ത ഒന്ന് കണ്ടു നോക്ക്. ആ ഹിന്ദി വാർത്ത റിപ്പബ്ലിക് ചാനലായാലും ആജ് തക് TV ആയാലും ഇന്ത്യ TV ആയാലും ന്യൂസ് 18 ആയാലും എന്തിന് പണ്ട് പ്രണോരയുടെ NDTV-ക്കകത്തെല്ലാം 2 സ്തുതിയേ ഉള്ളൂ, മോദി സ്തുതി, അമിത്ഷാ സ്തുതി. വിഷയങ്ങളിലേക്ക് ഇവിടെ സ്തുതി ഗവൺമെന്റ് പെൻഷനും പ്രൊമോഷനും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സംസ്ഥാനത്തിരുന്നുകൊണ്ട് വെറുതെ അങ്ങോട്ടൊന്നും പോവാതെ സ്തുതി എഴുതുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ സ്തുതിച്ച് എഴുതുന്നതിന് ഗവൺമെന്റ് പാരിതോഷികം വരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാറേ, നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നാണം കെട്ടവന്റെ ആസനത്തിൽ അത് തണല് എന്ന് പറഞ്ഞിരിക്കുന്ന CPM ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏതെങ്കിലും മാധ്യമങ്ങളും അതിരുന്നത് കണ്ടു നോക്ക്. നമ്പ്യാർ 9 മണി ഞാൻ ഹിന്ദി ഗവൺമെന്റ് പ്രത്യേക പാരിതോഷികം പണ്ട് മറ്റേ രാജാക്കന്മാര് മാലേക്കൂരി എറിഞ്ഞു കൊടുത്തോണ്ടിരുന്ന പോലെയാണ് പിണറായി വിജയൻ തന്നെ സ്തുതിക്കുന്നത്. നമുക്കറിയാം. ശ്രീ M. K. ഹരിദാസ് റിപ്പോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു TV ആയിരുന്നു NDTV എന്ന TV. അതിന്റെ ചെയർമാനും ഭാര്യ എല്ലാം കൂടെ പിടിച്ച് അകത്തിട്ട് ഇപ്പൊ അത് അദാനിയുടെ വകയാ. 65% ഷെയർ CBI കേസെടുത്ത് ജയിലിൽ കിടന്നത്. ഒരു തട്ടിപ്പും ഇല്ല, ബാക്കി ചാനലിനൊന്നും ഒരു തട്ടിപ്പും ഇല്ലയോ? കേരളത്തിൽ മീഡിയ ഫണ്ടും അവിടെ ചെന്ന് NDTV അവർ രണ്ടുപേരും കാര്യം BJP ഗവൺമെന്റിനെ വിമർശിച്ച ഒരേ ഒരു ചാനൽ. ഭാര്യ അകത്ത് പോയി, ഭർത്താവ് അകത്ത്, അവസാനം എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞ ഒരേ ഒരു ചാനലാണ്, ഇന്ത്യയിലാകെ ഒരേ ഒരു ചാനലാണ് BJP എന്താ ചെയ്യുന്നത്? സ്തുതിയാണോ? അല്ല, അത് കേന്ദ്ര ചാനല, കേരളത്തിലെ ചാനലല്ലേ പറയുന്നത്. ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് കേന്ദ്ര ചാനലായിരുന്നോ? അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഭാര്യ ഭർത്താവ് അവസാനം ഇപ്പൊ അതിന്റെ ഷെയർ ആണെങ്കിലും അറിയാവോ? അദാനിയുടെ കയ്യിൽ 65%. അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കും. ഒറ്റ കാര്യം കൂടെ, പ്ലാച്ചിമടയിലെ കൊക്കക്കോള ഫാക്ടറി അടപ്പിച്ച എന്തിനാ? അവര് ഇവിടെ ആ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല നമ്പ്യാരെ. അവിടെ അവര് ഭൂഗർഭ എന്തിനാണ് അടപ്പിച്ചത്? അന്ന് പരിസ്ഥിതി ഞാൻ പറയട്ടെ, 2 നേതാക്കന്മാർ വീരേന്ദ്രകുമാർ മരണപ്പെട്ടു പോയി. ഇവരാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പറയട്ടെ, 8-9 കുഴൽക്കിണർ വെച്ച് അവിടുത്തെ വെള്ളം ഊറ്റി അവിടെ വളരെ ജലക്ഷാമമുണ്ട്. ഇവിടെ ഇവര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടുന്ന് വെള്ളം എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജലചൂഷണായിരുന്നു ഇവിടെ. പ്ലാച്ചിമടയിൽ അവർ 8 കുഴൽക്കിണറുണ്ടായിരുന്നു. ശ്രീ M. K. ഹരിദാസ് 8-9 കുഴൽക്കിണറുണ്ടായിരുന്നു. അവിടുത്തെ വെള്ളം മൊത്തം ഇവിടെ കുഴൽക്കിണർ ഒന്നും കുഴിക്കാൻ പോവുകയാണല്ലോ, എന്നിട്ടാണല്ലോ ഇവിടെ ബ്രൂവറി തുടങ്ങാൻ പോകുന്നത്. കഷ്ടമായിട്ടൊക്കെ പല ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് കേട്ടോ, സത്യത്തിൽ. ഓക്കെ, വസന്ത് പറയൂ. വസന്ത്, എന്തായാലും ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ചായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നോക്കൂ, എലപ്പുള്ളി പഞ്ചായത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ? വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിടാൻ പോകുന്നത്? തീർച്ചയായും ശ്രീ അനിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എനിക്ക് സമയം നൽകണം. ഒന്ന്, ബലദേവ് സജ്ജാനന്ദൻ പറഞ്ഞൊരു കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? പോളിസി ഡിസിഷൻ ഞങ്ങൾ എടുത്തു, പിന്നെ ഞങ്ങൾ ആരെ അറിയിക്കണം എന്നാണ്. നിങ്ങളുടെ പ്രകടന പത്രിക 1ാം പിണറായി ഗവൺമെന്റിലേക്ക് വരുമ്പോൾ LDF-ന്റെ പ്രകടന പത്രിക
58 പേജ് 3-ാം ഖണ്ഡിക നിങ്ങൾ പറയുന്നു, എന്താ പറയുന്നത്? ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കും. ഘട്ടഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ 26 ബാർ ഉണ്ടായിരുന്നു, ഇന്ന് അത് 808 അതാണോ നിർത്തലാക്കുക എന്ന് നിങ്ങൾ പറയാം. ഇനി അത് നിങ്ങളുടെ സൗകര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുഷ്പനെ സമരം ചെയ്യാൻ വിടുകയും അതേ സമയത്ത് ഏതെങ്കിലും AC ഹോട്ടലിൽ ഇരുന്ന് ഈ സ്വാശ്രയ മുതലാളിമാരുമായി സെറ്റിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സാർ. എന്താണ്? 2008 അന്നത്തെ VS ഗവൺമെന്റ് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ പോയിട്ട് അന്നത്തെ VS ഗവൺമെന്റ്, VS നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ നൽകിയ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? അഫിഡവിറ്റിൽ പറയുന്നത് EMS ഗവൺമെന്റിന്റെ കാലത്ത് എടുത്ത ഒരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ട്. ആ ക്യാബിനറ്റ് ഡിസിഷനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റാത്തത്? ഓവർകം ചെയ്യണമെങ്കിൽ പുതിയ ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്ത് അത് പ്രസിദ്ധീകരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കൂ, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ എന്നെക്കാളും ഒരുപാട് സീനിയർ അഭിഭാഷകനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഓർത്തിട്ട് എനിക്ക് കഷ്ടം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ടാവാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അറിയാഞ്ഞിട്ടല്ല. സുപ്രീം കോടതിയുടെ വിവിധ റൂളിങ്ങുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ കേസുകളുണ്ട്. അത് അങ്ങേക്ക് അറിയാവുന്നതാണ്. എന്താണ് ആ കേസുകളിൽ പറയുന്നത്? സുപ്രീം കോടതി തന്നെ വിവക്ഷിച്ചിട്ടുണ്ട്, ഒരു ക്യാബിനറ്റ് ഡിസിഷനെ, അത് പ്രീവിയസ് ക്യാബിനറ്റ് ആവട്ടെ, അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ആവട്ടെ, ആന്റണിയുടെ ആവട്ടെ, ആരുടെയും ആവട്ടെ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ പോളിസി ഡിസിഷൻ മാറ്റേഴ്സിൽ അത് വളരെ കൃത്യമാണ്. അതായത് മദ്യം, ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോളിസി ഡിസിഷൻ മാറ്റേഴ്സിൽ ഒരു ക്യാബിനറ്റ് ഡിസിഷനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അതിലൊരു പോളിസി ഡിസിഷനായി നിയമസഭയിൽ മാത്രം പറഞ്ഞു പോയാൽ പോരാ. നിങ്ങൾ അതൊരു പോളിസി ഡിസിഷനാണ് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ പ്രസിഡന്റുമാരോ സംസ്ഥാന സെക്രട്ടറിമാരോ അത് പറഞ്ഞാൽ പോരാ. ഇപ്പോ യുവരാജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ കാണിച്ചാൽ പോരാ. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവണം. നിങ്ങളുടെ മന്ത്രിസഭ ചേർന്ന് ഇതാ ഞങ്ങൾ ഇവിടെ ഇതിനു മുമ്പുള്ള EMS ഗവൺമെന്റിന്റെ തൊട്ട് VS ഗവൺമെന്റ് വഴി, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വഴി, ആന്റണി ഗവൺമെന്റ് അടക്കമുള്ള വിവിധ ഗവൺമെന്റുകളുടെ, നായനാറിന്റെ അടക്കം ഗവൺമെന്റുകളുടെ ക്യാബിനറ്റ് തുടർന്നു വന്ന ക്യാബിനറ്റ് ഡിസിഷൻ, ബ്രൂവറി വേണ്ട, ഡിസ്റ്റിലറി വേണ്ട, അതിന്റെ പേരിൽ ഇവരോട് ഒരു ഫാക്ടറി, ബ്രൂവറി ഡിസ്റ്റിലറി ഫാക്ടറി വേണ്ട എന്നുള്ള ഡിസിഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി പിണറായി ഗവൺമെന്റിന്റെ 2ാം ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നിയമപരമായി അതിനെ ഓവർകം ചെയ്യാൻ പറ്റൂ എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങൾ സഭയിൽ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, AKG സെന്റർ കൂടുമ്പോ ചായ കൊണ്ടുവന്ന് തരുന്ന പയ്യനോട് പറഞ്ഞു, നമ്മൾ ഇതേ ബ്രൂവറി തുറക്കാൻ പോവാ, നീ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ക്യാബിനറ്റ് ഡിസിഷനാണ്. സ്വാഭാവികം പറഞ്ഞാൽ പോരാ. അതാണ് ക്യാബിനറ്റ് ആ തീരുമാനം കൊടുത്തത്. ചുമ്മാ അതിരുന്ന ആ കാര്യം പറഞ്ഞാൽ മതിയോ? ക്യാബിനറ്റ് തീരുമാനം ക്യാബിനറ്റ് ഡിസിഷൻ ഗവൺമെന്റ് ഓർഡർ എവിടെ? ഏത് ഡേറ്റിലാ? ബ്രിയർ തുടങ്ങാൻ ക്യാബിനറ്റ് ആണ് തീരുമാനിച്ചത്. ഓർഡർ എവിടെ? ഏത് ഡേറ്റില്? ക്യാബിനറ്റ് തീരുമാനങ്ങളെല്ലാം ഓർഡറായിട്ടാ പുറത്തു പോകുന്നത്. ക്യാബിനറ്റ് തീരുമാനങ്ങളല്ല, ക്യാബിനറ്റ് ആണ് തീരുമാനിച്ചത്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ ഇത്ര ദിവസത്തിനകം 24 മണിക്കൂറല്ലോ ഓർഡറായിട്ട് പുറത്തു വരും. കേരളത്തിന്റെ ക്യാബിനറ്റ് തീരുമാനിച്ചത് ഡേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. ക്യാബിനറ്റ് തീരുമാനിക്കാൻ പറ്റത്തില്ല. കേരള ക്യാബിനറ്റ് ആണ് തീരുമാനിച്ചേക്കുന്നത് ഈ ബ്രൂവറിക്ക് ലൈസൻസ്. CPI ഇപ്പോ എതിർപ്പ് രംഗത്ത് വന്നിരിക്കുക. ആയിക്കോട്ടെ, നിർത്തോട്ടെ. ഞങ്ങളൊക്കെ അകത്ത് ഞങ്ങൾ തീർക്കും. ഞങ്ങൾ ചിലപ്പോൾ ആരെതിർത്ത് കഴിഞ്ഞാലും ഞങ്ങൾ മദ്യ കമ്പനി തുടങ്ങിയാണോ? അത് ഞങ്ങളുടെ LDF-നുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരു നിമിഷം ഒന്ന് വസന്ത് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്. വസന്തേ, ഇപ്പോഴാണ് യുവരാജിന്റെ നേരത്തെ ചോദ്യം പ്രസക്തമാവുന്നത്. അതായത് നിങ്ങളുടെ ഗവൺമെന്റ് ഓർഡർ എന്ത്? അങ്ങനെ ഓർഡറിന്റെ ആവശ്യമുണ്ടോ എന്ന് അങ്ങ് നേരത്തെ യുവരാജിനെ പരിഹസിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പൊ എന്റെ ചോദ്യം അതാണ്, ക്യാബിനറ്റ് കൂടിയെങ്കിൽ സ്വാഭാവികമായും ക്യാബിനറ്റ് ഡിസിഷൻ CPI മന്ത്രിമാർ അറിഞ്ഞു കാണുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം CPI മന്ത്രിമാർ അവിടെ വരുന്നത് മറ്റേ കാഷ്യൂനട്ടും ചായ കുടിക്കാൻ. എല്ലാ മന്ത്രിമാരോട് ഇരുന്ന് ഓർഡർ എടുത്തത് ക്യാബിനറ്റ് തീരുമാനിച്ചത്. അറിഞ്ഞിട്ടില്ല, അവരറിഞ്ഞില്ല. എല്ലാ മന്ത്രിമാരോട് തീരുമാനിച്ചത് ക്യാബിനറ്റ് തീരുമാനിക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ക്യാബിനറ്റിൽ ഒരു പേപ്പർ വരണമെന്നുണ്ടെങ്കിൽ അത് ആ ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുകയും അത് നേരത്തെ ഫൈനാൻസിലും ലായിലും ഒക്കെ പോയതിനു ശേഷമാണ് ക്യാബിനറ്റ് ഇത് വരുന്നത്. അവരുടെ പരിഗണനയ്ക്ക് ശേഷമാണ് ക്യാബിനറ്റ്, അതിനുശേഷമാണ് ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുത്തതിന് ശേഷം വീണ്ടും ഫൈനാൻസിലും ലായിലും ഒക്കെ പോകും. ഓർഡർ കാണിക്കട്ടെ.
പിന്നെ ക്യാബിനറ്റ് തീരുമാനത്തിലാണ് പോയേക്കുന്നത്. എനിക്ക് അതിന്റെ ഡേറ്റ് അറിയത്തില്ല. ക്യാബിനറ്റ് തീരുമാനത്തിലാണ് പോയേക്കുന്നത്, അല്ലാതെ ശരി. പിണറായി വിജയനും എക്സൈസ് മന്ത്രി സ്വന്തമായിട്ട് തീരുമാനിച്ചതല്ല. പറയരുത്. സീനിയർ ആണല്ലോ എന്ന് പരിഗണിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഇടപെടാതിരുന്നത്. എന്റെ ചർച്ചയിൽ അങ്ങനെ ഇടപെടാതിരിക്കുന്ന ഒരാളെ അല്ല, പക്ഷെ അങ്ങ് നിരന്തരമായി ഇടപെടുകയാണ്. അങ്ങനെ ഒരു ക്യാബിനറ്റ് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞ പോരാ, ഓർഡറിന്റെ ഡേറ്റ് അടക്കം അങ്ങേക്ക് പറയാൻ പറ്റുമെങ്കിൽ അങ്ങേക്ക് ഡിഫെൻഡ് ചെയ്യാം. അതർവൈസ് അങ്ങേക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങും കോടതിയിൽ വാദിക്കുന്ന ആളാണല്ലോ. പിന്നെ ഇനി CPM മന്ത്രിമാർ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അത്ഭുതമില്ല. കാര്യം ഈ കപ്പയിൽ നിന്നൊക്കെ കള്ളുണ്ടാക്കാമെന്ന് ശാസ്ത്രജ്ഞരായിട്ടുള്ള MP ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഇതുമെന്തോ തമാർത്ത് അവര് പരിഹസിച്ച് ചിരിച്ചിട്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോയതാവാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇനി ഏതായാലും ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ നടത്തുന്ന കൊള്ളയുണ്ടല്ലോ, മധ്യരാജാക്കന്മാരാൽ വന്നൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റാണ്. അവരെ താങ്ങി പിന്തുടർന്നു പോകാമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇപ്പോൾ അവർക്ക് വേണ്ടി നടത്താൻ പോകുന്ന ഈ കൊള്ളയുണ്ടല്ലോ, ഈ നാട്ടിലെ കുടിവെള്ളത്തിൽ മുഴുവൻ നഞ്ച് കലക്കിയിട്ട് നടത്താൻ പോകുന്ന കൊള്ള, ആ കൊള്ള എങ്ങനെയാണോ ബംഗാളിൽ നന്ദിഗ്രാമും സിന്ദൂറും നിങ്ങളുടെ അടിവാരം എടുത്തു കളഞ്ഞത് അറിയാമല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കണ്ടിന്യൂവൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയിരുന്നു വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. അത് തകർത്ത് കളഞ്ഞത് നന്ദിഗ്രാമാണ്. അങ്ങനെ നിങ്ങളുടെ അടിവേരും മുച്ചൂടും തകർത്ത് കളയുന്ന പറിച്ച് മലമ്പുഴ ഡാമിൽ മുക്കിത്താട്ടി CPM-നെ കൊന്നുകളയാൻ പോകുന്ന, CPM-ന്റെ അവസാനത്തെ പേരും മലമ്പുഴ ഡാമിൽ മുക്കിക്കളയാൻ പോകുന്ന പദ്ധതിയായിരിക്കും ഇത് എന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. പിണറായി വിജയൻ ഒരു ചരിത്രം കൂടി തൂലികയെ രേഖപ്പെടുത്താം. കേരളത്തിന്റെ, രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ, ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ഇലക്ട്രലി ഡെമോക്രാറ്റിക്കലി എലക്ടഡ് കമ്മ്യൂണിസ്റ്റ് CM എന്നുള്ള ചരിത്രത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടാൻ പോവുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഞാൻ ഈ കേരള ലിക്വർ പോളിസി നോക്കുന്ന സമയത്ത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 9 സെപ്റ്റംബർ 2024 മാത്രമാണ്. അപ്പോഴും പറയുന്നത് കേരള ഗവൺമെന്റ് അവോയ്ഡ്സ് കോൺട്രവേഴ്സ്യൽ ലിക്വർ പോളിസി ചേഞ്ചസ് എന്നാണ് പറയുന്നത്. അവർ ലിക്വർ പോളിസി ചേഞ്ചസ് എന്താണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്, അവര് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അവർ മാർച്ച് വരെ, അതായത് വരുന്ന ഇപ്പം ജനുവരിയല്ലേ ആയിട്ടുള്ളൂ, 2025 മാർച്ച് വരെ അവർ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വാർത്തകൾ കാണുന്നത്. ഇങ്ങനൊരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ സാറേ. എന്തായാലും രഹസ്യമായിട്ടല്ലോ ഇറക്കിയോന്ന് അറിയില്ല, ആർക്കും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആകാത്ത തലത്തില്. നമുക്ക് നോക്കാം മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ, ഉത്തരവ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം. കുടിക്കാനുള്ള ശുദ്ധജലം ഉറപ്പുവരുത്താത്തവന്മാരാണ് കുടിവെള്ളം മുട്ടിച്ച് കള്ളുകുടിയന്മാരെ സൃഷ്ടിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. എന്തായാലും ഇതൊരു ഡീലാണ്, ആ ഡീൽ അതൊരു കോളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. ഈ ഇടപാടിന് പിന്നിൽ ആരൊക്കെ എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരും. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.